السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أنا أرسلنا الشياطين للكافرين تعزهم عزا فلا تعجل عليهم إنما نعد لهم عدا يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا وقال اتخذ الرحمن ولدا لقد جئتم شيئا إدا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച്, സ്വാലിഹീങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മെ മഹാന്മാരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി മേലായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരോടുള്ള സ്നേഹവും മഹാന്മാരുമായുള്ള ബന്ധവും മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങളെ പുകഴ്ത്തലും അവരുടെ മഹത്വത്തെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലും അവരെ
സ്മരിക്കുകയും അവരുടെ വഴിയിലേക്ക് ജനങ്ങളെ എത്തിക്കുകയും ചെയ്യുക എന്നത് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് നൽകിയ പാഠമാണ്. നസ്രാനികളും യഹൂദികളും അത്തരം അഹ്ലു കിതാബിന്റെ ആളുകൾ പോലും ഞങ്ങളുടെ ആളാണ് എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിച്ച അംബിയാക്കളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ട ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹിസ്സലാം അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്തതായി അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വജഅൽനി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. ഞാനങ്ങ് മരിച്ചുപോയാൽ എന്നെ സ്മരിക്കുന്ന, എന്നെ അറിയുന്ന, എന്റെ മഹത്വത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, എന്റെ ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന എന്റെ ജീവിത ചരിത്രങ്ങളെ എന്റെ പിൻതലമുറക്ക് പറയാനുള്ള ഒരു നാവിനെ നീ നൽകണേ എന്ന് മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹിസ്സലാം ദുആ ചെയ്തതായി അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. എന്തിനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് ആഗ്രഹിച്ചത്? മറ്റുള്ളവരാൽ പുകഴ്ത്തപ്പെടുന്നത് കൊണ്ട്, അതും മരണശേഷം ഞാൻ ഇല്ലാത്ത കാലത്ത് എന്നെ പുകഴ്ത്തപ്പെടുന്നത് കൊണ്ട് എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്താണ് എന്നെ പുകഴ്ത്തണം എന്ന് ആഗ്രഹിച്ചതെങ്കിൽ, പറഞ്ഞതെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഭൗതികമായ എന്തെങ്കിലും ഇച്ഛകളുടെ കാരണം കൊണ്ടാണ് എന്ന് അമ്പിയാക്കളെ അറിയാത്ത പുത്തൻവാദികൾക്ക് പറയാൻ വകയുണ്ടായിരുന്നു. പക്ഷേ മഹാനവറുകൾ ദുആ ചെയ്തത് വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൻതലമുറക്ക് എന്റെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്ന നാവുകളെ നീ നൽകണം എന്നാണ് ദുആ ചെയ്തത്. എന്താണ് ആ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം? അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു ജീവിതം ഏതു മതക്കാരനും കണ്ടാൽ ആശിച്ചു പോകുന്ന ഒരു ജീവിതമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്നഹു മിൻ അഹ്ലിനാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തി നസ്രാനികളും യഹൂദികളും പോലും ഞങ്ങളെ ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് വാദിച്ചു. അതിനുവേണ്ടി അവർ സംസാരിച്ചു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും എന്റെ പിൻതലമുറ എന്നെ സ്മരിക്കണം എന്നാഗ്രഹിക്കാനുള്ള കാരണം അമ്പിയാക്കളുടെ ജീവിതം, അമ്പിയാ മുർസലീങ്ങളുടെ ജീവിതം പിൻതലമുറയിലെ ജനങ്ങളിലേക്ക് എത്തിക്കപ്പെടുകയും അവരുടെ മഹത്തായ ജീവിതത്തെ കണ്ടു മനസ്സിലാക്കി ആ ജീവിത ദർശനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നൊരു വിഭാഗം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ മഹാന്മാരായ അമ്പിയാക്കളുടെ ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അത് മറ്റു ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാകണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ എത്തിച്ച അമ്പിയാ മുർസലീങ്ങൾ തന്നെയും വഴികേടിലാണ്, പിഴച്ചുപോയവരാണ്. അവരുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചിട്ടുണ്ട്.
അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന പുത്തൻവാദിയുടെ ആശയമാണ് അല്ലാഹുവിന്റെ ദീനിന്റെ ആശയം എന്ന് പറയാൻ ഖുർആൻ കൊണ്ട് കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മറിച്ച് അല്ലാഹുവിന്റെ ദീനിനെ നമ്മളിലേക്ക് എത്തിച്ചതെന്ന അംബിയ മുർസലീങ്ങളെ കുറിച്ച് അവരെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മഹത്വത്തെ, അവരുടെ ജീവിതത്തിന്റെ ബഹുമാനത്തെ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സമാധാനത്തെ, അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത ഗുണങ്ങളെ, അവരുടെ ഭൗതികമായ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന സൗകര്യങ്ങളെ, സന്തോഷങ്ങളെ, അത് ഭാവിയിലും മരണത്തിന്റെ ശേഷവും അവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന നിലക്ക് മനുഷ്യന്റെ മുന്നിൽ പരിചയപ്പെടുത്തപ്പെടുമ്പോഴാണ് മനുഷ്യൻ ഈ ആശയത്തെ പഠിക്കാനും മനസ്സിലാക്കാനും ആകർഷിക്കാനും കാരണമാകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ അല്ലാഹു ആദരിച്ചു എന്ന് പറയുന്ന സൃഷ്ടികളാണ്. അല്ലാഹു ബഹുമാനിച്ചു എന്ന് അല്ലാഹു പ്രഖ്യാപിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ കൂട്ടത്തിൽ എല്ലാവരും ഒരുപോലെയാണോ? ആണോ? എല്ലാവരും ഒരുപോലെയാണോ? ഒരിക്കലും അല്ല. വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നു. ആ കൊട്ടാരങ്ങളിൽ സമാനതകളില്ലാത്ത സൗകര്യങ്ങൾ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിശാലതകൾ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സൗകര്യങ്ങൾ, കണ്ടാൽ ഏത് മനുഷ്യനും കണ്ണഞ്ചിപ്പോകുന്ന രൂപത്തിലുള്ള ഡെക്കറേഷനുകൾ. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ മനസ്സമാധാനമില്ല. ഇങ്ങനെയും ജീവിക്കുന്നവരുണ്ട്. നിങ്ങൾ കണ്ടില്ലേ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറഞ്ഞ ഫിർഔനുൽ ലഈൻ ആരായിരുന്നു? ഈജിപ്ത് എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിന്റെ ഭരണം ഏറ്റുപിടിച്ച ഭരണാധികാരിയാണ്. ആ ഫിർഔൻ കൊട്ടാരത്തിൽ ജീവിക്കുന്നു. അന്നത്തെ കാലത്ത് സമാനതകളില്ലാത്ത സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നു. അന്നത്തെ കാലത്തെ ജീവിതത്തിൽ വ്യത്യസ്തമായൊരു ജീവിതത്തെ, ദർശനങ്ങളെ അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും പട്ടാളങ്ങളും എല്ലാം കൂടെ ഉണ്ടായിട്ടുണ്ട്. വയല് കേൾക്കുന്ന വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം. ആ ഫിർഔനിന് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ സമാധാനമില്ല. ഇന്നത്തെ കാലത്തോ അല്ല ഫിർഔനിന്റെ കാലത്തോ ജീവിക്കുന്ന, സ്വന്തമായി കിടപ്പറ പോലുമില്ലാത്ത ജീവിക്കുന്ന മനുഷ്യൻ, സ്വന്തമായ സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ, സ്വന്തമായി സ്വന്തം കാര്യത്തിന് തന്നെയും ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, സഹായികളില്ല, പ്രജകളില്ല, അനുയായികളില്ല. അവരെ കയ്യിലുണ്ടായിരുന്നത് എന്ത് മാത്രമാണ്? ഖനാഅത്ത് മാത്രമാണ്. എല്ലാം എന്റെ റബ്ബ് എനിക്ക് ആവശ്യമുള്ളത് തന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ ഉള്ളത് കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ ജീവിച്ച ഈമാനുള്ള ഉമ്മമാരില്ലേ, ഈമാനുള്ള ബാപ്പമാരില്ലേ? അതേതിലധികം പറയാനാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന മദീമാശിത്വം എന്ന് പറയുന്ന പെണ്ണ് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് ജീവിതം. ഫിർഔനിന്റെ ഭക്ഷണം കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഫിർഔനിന്റെ മക്കൾക്കും ഭാര്യക്കും ഖിദ്മത്ത് ചെയ്തിട്ടാണ് ജീവിതം. ആ ഫിർഔനിന്റെ മകളുടെ തലയിലെ മുടി ചീകി കൊടുക്കുന്ന സമയത്ത് അല്ലാഹ് ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിനെ സ്മരിച്ചതിന്റെ പേരിൽ ഫിർഔനിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടിട്ടനാ പറയുന്ന ഇതാരാണെന്നറിയോ? പാപ്പാ, നിങ്ങളല്ലാത്തൊരു റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുന്ന പെണ്ണാണ്. ഇവൾക്ക് മുഖവലപ്പിക്കാൻ നിർവാഹമുണ്ടോ? അച്ഛനായ ഫിർഔനിനോട് ചോദിച്ചപ്പോ ഫിർഔനിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെക്കാൾ വലിയൊരു മുതലാളിയോ
എന്നെക്കാൾ വലിയ അധികാരം പറയുന്നവനോ, എന്നെക്കാൾ വലിയൊരു റബ്ബുണ്ട് എന്നുള്ള വാദം പറയുന്നവളോ, അങ്ങനെ ഒരാൾ എന്റെ കൊട്ടാരത്തിലൂന്ന് ചിന്തിക്കാണ്. എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരെ, ആ മാഷിത്തയുടെ ഹൃദയത്തിലേക്ക്, ആ മാഷിത്തയുടെ മനസ്സിലേക്ക് ഫിർഔൻ തിരിച്ചിട്ട് കൊടുക്കുന്ന ആശയം എന്താണ്? അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, എന്നെ അംഗീകരിച്ചോളും. ഞാനല്ലാത്ത മറ്റൊരാൾ ഇവിടെ ജീവിക്കുന്നതിനെ കുറിച്ച്, ഞാനല്ലാത്ത മറ്റൊരു ഭരണാധികാരിയെ കുറിച്ച്, കാണുന്നതോ കാണാത്തതോ ഒരു റബ്ബിനെ കുറിച്ച് വിശ്വസിക്കാൻ നിർവാഹമില്ല. ഇത് അംഗീകരിച്ചോ ഇല്ല? കൊട്ടാരത്തില് അതേ രാജാവെന്ന് പറയുന്ന ഫിർഔനിന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മാഷിത്തയോട് ഭീഷണിയാണ്, കൊന്നുകളയും. മാഷിത്തയുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടായോ ഇല്ല? വേദന ഉണ്ടായോ ഇല്ല? വിഷമങ്ങൾ ഉണ്ടായോ ഇല്ല? ഞാൻ ഇനി മരിക്കാൻ പോവാണല്ലോ അല്ലാ, എനിക്ക് ജീവിതമില്ലല്ലോ അല്ലാ എന്ന ടെൻഷൻ മാഷിത്തക്ക് പറയാനുണ്ടോ ഇല്ല? എന്തേ കാരണമെന്നല്ലേ? എന്റെ റബ്ബാണ് ജീവിപ്പിക്കുന്നവനെന്ന് വിശ്വസിച്ചപ്പോൾ, എന്റെ റബ്ബാണ് എന്നെ മരിപ്പിക്കുന്നത് എന്നുറച്ച് വിശ്വസിച്ചപ്പോൾ, ഏത് ഫിർഔൻ എന്നെ മരിപ്പിച്ചാലും, ഏത് ഫിർഔൻ എന്നെ കൊന്നൊടുക്കിയാലും, ഏത് ഫിർഔൻ എന്നെ കൊന്നിട്ട് ഞാനാണ് മരിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചാലും, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബാണല്ലോ എന്നെ മരിപ്പിക്കുന്നവൻ. അവനല്ലാതെ മരിപ്പിക്കുന്നവനില്ലല്ലോ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ ഖുർആൻ അതാണല്ലോ നമുക്ക് നൽകിയ പാഠം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവനാണ് മൗത്തിനെ പടച്ചവൻ, അവനാണ് മരണത്തെ പടച്ചവൻ, അവനാണ് ജീവിതത്തെ പടച്ചവൻ. പറയേണ്ടതില്ലല്ലോ, മരിക്കാണ് എന്ന് വിചാരിച്ച എത്ര ആളുകൾ ഇപ്പോഴും ജീവനോടെ ബാക്കിയുള്ളവരുണ്ട്. മരിക്കാൻ കടക്കാണ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന എല്ലാ സയ്യിദന്മാരെയും വിളിച്ചു, എല്ലാ ഉസ്താദുമാരെയും വിളിച്ചു. ഞാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഐസിയുലാണ്, അതേ വെന്റിലേറ്ററിലാണ്. ഒരു അസുഖമില്ലായിരുന്നു, പെട്ടെന്നാണ് വെന്റിലേറ്ററിലായത്. ഉസ്താദുമാരെ, തങ്ങന്മാരെ ദുആ ചെയ്യണം, നാട്ടുകാരെ ദുആ ചെയ്യണം എന്ന് പ്രാർത്ഥന കൊണ്ട് പറഞ്ഞു. കാണുന്നില്ലേ, അവരിപ്പോഴും ജീവനോടെ ബാക്കിയാണ്. അന്ന് ദുആ കൊണ്ട് പറയാൻ ആവശ്യപ്പെട്ട മനുഷ്യനോ ഇന്ന് ഖബറിലാ. അയാള് മരിക്കുമെന്ന് മേടിച്ചിട്ട് ദുആ കൊണ്ട് പറഞ്ഞാണ് ഖബറിലാണ്. അന്ന് ഐസിയിൽ കിടന്ന, വെന്റിലേറ്ററിൽ കിടന്നവൻ ഇന്ന് കൊട്ടാരത്തിലാണ്, അല്ലെങ്കിൽ ഭൂമിയിലെ ജീവിതത്തിലാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അല്ലദീ ഖലഖൽ മൗത്ത്, നമ്മളാണ് മരണത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളാണ് ജീവിതത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിലിനി എന്ത് സംശയിക്കാനാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാനുള്ള ഉപ്പമാരെ, ഡോക്ടർമാര് വയറ്റിലതാ ഗുളിക കൊടുത്ത്, മരുന്ന് കൊടുത്ത് വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയെ സ്കാൻ ചെയ്ത് എത്രയോ മാസം കൊണ്ട് നടന്നിട്ട് നിങ്ങളെ കുട്ടിക്ക് തകരാറുകളില്ല എന്ന് പ്രഖ്യാപിച്ച കുട്ടി പ്രസവിച്ചു നോക്കുമ്പോൾ കുട്ടിക്ക് ജീവൻ തന്നെ ഇല്ല. ഡോക്ടറോട് ഇയാളെ ചോദിക്കുകയാണ്, ഈ കുട്ടിയെ കുറിച്ചാണോ നിങ്ങൾ ഇതുവരെ തകരാറില്ല എന്ന് പറഞ്ഞത്, അംഗവൈകല്യം എന്ന് പറഞ്ഞത്? ജീവൻ തന്നെ ഇല്ലാത്ത കുട്ടിക്ക് എന്ത് അംഗവൈകല്യാണോ? ഡോക്ടർക്ക് പറയാൻ നിർവാഹമുണ്ടോ? മുസ്ലിയാരെ, സ്കാനിങ്ങിലൂടെ പറയാൻ കഴിയൂലേ? ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ കഴിയുന്ന സ്കാനിങ്ങുകളും സംവിധാനങ്ങളും ഇല്ലേ? ആണാണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് പ്രസവിക്കൂല എന്ന് പറയാൻ നിർവാഹമുണ്ടോ? പെണ്ണാണ് എന്ന് പറയപ്പെട്ടവൻ, അല്ലെ പറയപ്പെട്ടവൾ ആണായി പ്രസവിക്കൂല എന്ന് പറയാൻ നിർവാഹമുണ്ടോ? നീ പറയുന്ന ഈ മെഷീനുകൾക്ക് തെറ്റുപറ്റൂല എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ശാസ്ത്രങ്ങളുണ്ടോ? സൗകര്യങ്ങളുണ്ടോ? വൈദ്യങ്ങളുണ്ടോ? ഇല്ല, ഇല്ല. ഇതൊക്കെ ഒരു അതേ വെച്ചടിക്കലാണ്, അതേ സുമാറ് പറയലാണ്. കറക്റ്റ് പറയാൻ അറിയുന്ന മെഷീനുകളില്ല, കറക്റ്റ് പറയാൻ കഴിയുന്ന ശാസ്ത്രങ്ങളില്ല, കറക്റ്റ് പറയാൻ കഴിയുന്ന വൈദ്യങ്ങളില്ല. അത് ഞാൻ നിങ്ങൾക്ക് വേറെ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഡോക്ടർമാർക്ക് ചികിത്സക്ക് ചെല്ലുമ്പോ
ഡോക്ടർ ചെന്നിട്ട് പറയാണ് പരിശോധന നടത്തണം. അതേ ഒരുപാട് ടെസ്റ്റ് എഴുതി തന്നു. ടെസ്റ്റ് ചെയ്തിട്ട് അതാ രാവിലെ ടെസ്റ്റ് ചെയ്യണം, വൈകുന്നേരം ടെസ്റ്റ് ചെയ്യണം, ഭക്ഷണം കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം, വെള്ളം കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം, വെള്ളം കുടിക്കാതെ ടെസ്റ്റ് ചെയ്യണം, പല നിലക്കും ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. എല്ലാ ടെസ്റ്റും നോക്കിയിട്ട് ഇയാള് രോഗിയാണെന്ന് വിളിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അതാ ഒരു ടെസ്റ്റും കൂടി നടത്തി നോക്കുമ്പോ ഡോക്ടർ പറയാണ് അന്നത്തെ ടെസ്റ്റിന്റെ തകരാറാണോ എന്നറിയില്ല, ദ്വായിന്റെ കടുപ്പാണോ എന്നറിയില്ല, അന്ന് കണ്ട രോഗം നിങ്ങളിൽ ഇന്ന് കാണാനില്ല. അപ്പൊ ഇയാൾ പറയാണ് ഞാൻ അങ്ങനെ ഒരു മരുന്ന് കുടിച്ചിട്ടില്ലല്ലോ, ഞാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ. രോഗം കൊടുക്കുന്നവൻ ഡോക്ടറാണോ? അല്ല. രോഗം മാറ്റുന്നവൻ ഡോക്ടറാണോ? അല്ല. രോഗങ്ങൾ നൽകുന്നവൻ അവനാണോ? അല്ല. വൈദ്യരാണോ? അല്ല. രോഗങ്ങൾ നൽകുന്നവനും രോഗങ്ങൾക്ക് ശമനം നൽകുന്നവനും എല്ലാം കൊടുക്കുന്നവനും എല്ലാം സൃഷ്ടിക്കുന്നവനും ലോകത്ത് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഔലിയാക്കളോ മൊയ്ലിയരെ, അള്ളാന്റെ ഔലിയാക്കളെ കാക്കണേന്ന് പറയാറില്ലേ? ബദരീങ്ങളെ കാക്കണേന്ന് പറയാറില്ലേ? ബദരീങ്ങളെ രക്ഷിക്കണേന്ന് പറയാറില്ലേ? ബദരീങ്ങളെ രക്ഷിക്കുമോ മുസ്ലിയാരെ? മരിച്ചുപോയ ഔലിയാക്കളെ രക്ഷിക്കുമോ മുസ്ലിയാരെ? ഖബറിൽ കിടക്കുന്ന ആളുകളെ രക്ഷിക്കുമോ മുസ്ലിയാരെ? ഔലിയാക്കള് സ്വയം കഴിവ് കൊണ്ട് രക്ഷിക്കൂല. ബദരീങ്ങൾ സ്വന്തം അള്ളാഹ് അറിയാതെ രക്ഷപ്പെടുത്തൂല. അള്ളാഹ് പടച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു ബദരീങ്ങൾക്കുമില്ല, ഒരു ഹദീകൾക്കുമില്ല, ഒരു അമ്പിയാക്കൾക്കുമില്ല, ഒരു മുർസലീങ്ങൾക്കുമില്ല, ഒരു വലിയനും ഇല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, എല്ലാ ഖൽഖിനെയും സൃഷ്ടിക്കുകയും മരിപ്പിക്കുകയും പോരാ ലോകത്തുള്ള സർവോപരി സംവിധാനങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നവൻ അവനാണല്ലോ അല്ലാഹ്. ഇപ്പൊ ചില ആളുകൾക്ക് സംശയമാണ്, അല്ലാഹ് ഉണ്ടോ അല്ലേ, പടച്ച റബ്ബുണ്ടോ എന്ന് സംശയമാണ്. എന്നിട്ടോ പടച്ച റബ്ബുണ്ടോ എന്ന് സംശയിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കുന്ന ചില വിവരം കെട്ട ചില ആളുകൾ, അവർക്ക് ഒരിക്കലും ബുദ്ധിജീവി എന്ന് പോയിട്ട് ബുദ്ധിയില്ലാത്ത ജീവി എന്നും പറയാൻ പറ്റൂല, കാരണം മൃഗങ്ങളെ നിസ്സാരപ്പെടുത്തലായി പോകും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ പ്രൗഢി പറയാണ് ഞാൻ എക്സ് മുസ്ലിമാണ്. പിന്നെ എന്തിനാ ഒരു മുസ്ലിം എന്ന് പറയേണ്ട ആവശ്യം? ഞാൻ എക്സ് ആണ് എന്ന് പറഞ്ഞാൽ പോരെ? ഇസ്ലാം ഇറങ്ങിയിട്ടും ഈ മുസ്ലിമീങ്ങളുടെ ആശയത്തെ മനസ്സുകൊണ്ട് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ ചിലപ്പോൾ ജീവിതത്തിൽ അന്നം കിട്ടുന്നത് മുടങ്ങുമോ എന്ന് പേടിച്ചതിന്റെ പേരിൽ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിനിടയിൽ എനിക്ക് പല കാര്യങ്ങളും മുടങ്ങിപ്പോകുമെന്ന് പേടിച്ചതിന്റെ പേരിൽ, അന്യപെണ്ണിനെ തൊടുന്നതിന് തടസ്സമാകുമെന്ന് പറയുന്ന നിയമസംഹിതകൾ ഉണ്ടായതിന്റെ പേരിൽ, ചാരിത്രശുദ്ധിയുള്ള ജീവിതം ഉണ്ടാകണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ ഇസ്ലാമിന്റെ മഹത്വവൽക്കരണത്തിന് എന്റെ നാമം മുഷ്കിലാകരുത്, തടസ്സമാകരുത് എന്ന് ചിന്തിച്ചിട്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ. എന്റെ വേല കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഏതെങ്കിലും വിവരം കെട്ട ആളുകൾ അത്തരം സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് എന്തൊക്കെയോ വിവരക്കേട് പറയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ലോകം തന്നെ ഒരു സ്ഫോടനം കൊണ്ടാണ് ഉണ്ടായത് എന്നാ പറയുന്നത്. അപ്പൊ അതിനെന്താ തെളിവ്? അതിന് ശാസ്ത്രം തെളിവാണ്. എന്താ തെളിവ്? ശാസ്ത്രം തെളിവാണ്. ശാസ്ത്രം ഭയങ്കര ദൈവം അല്ലെ, തെറ്റുപറ്റാത്ത സാധനം ശാസ്ത്രം. നിങ്ങളറിയോ ഇതേതാ വർഷം? കർണാടകയിൽ ഇതേതാ വർഷം? ഇതേതാ വർഷം? ഇവിടുത്തെ വർഷം അറിയില്ലേ? 2026 25 2025 ഇന്ന് ജൂൺ അല്ലേ? അല്ല, ജനുവരി 16 ആണ് അല്ലേ? 17 ജനുവരി 17. എത്ര ദിവസമായി വർഷം തുടങ്ങിയിട്ട്? 17 ദിവസമായിട്ടേ ഉള്ളൂ അല്ലേ? 17 ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ 17 ദിവസത്തിനുള്ളിൽ ശാസ്ത്രത്തിനൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ശാസ്ത്രത്തെ കാണിച്ചു തരൂ. കൊല്ലം തുടങ്ങിയിട്ട് 17 ദിവസമല്ലേ ആയുള്ളൂ. കുറെ ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയൊന്നല്ല ഞാൻ ചോദിക്കുന്നത്. 2025 വന്നതിന്റെ ശേഷം 17 ദിവസം പൂർത്തീകരിച്ച ഇന്നത്തെ രാത്രിയിൽ എന്റെ ചോദ്യം, ശാസ്ത്രത്തിനൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ഒരു ശാസ്ത്രത്തെ കാണിച്ചു തരുമോ? അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാജ്യം, ശാസ്ത്രലോകത്ത് ഭയങ്കരമാണെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ലോകം, മനുഷ്യനെ ശാസ്ത്രീയമായ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെ മനുഷ്യരിലേക്ക് എത്തിച്ച് അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്ന് പലരും ചിന്തിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ പേരാണല്ലോ അമേരിക്ക അല്ലേ? നിങ്ങളുടെ നാട്ടില് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്താ പറയല്? മഴ പെയ്യാനും
പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കളക്ടർ ഇതും കൊണ്ട് കുടുങ്ങലാണ്. പഠിച്ച റബ്ബേ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പെയ്യാനും സാധ്യതയുണ്ട്, പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പെയ്തിട്ടെങ്ങാനും കുട്ടികൾ എവിടെങ്കിലും പെട്ടുപോയാൽ കളക്ടർ എന്താ ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങിയതാണോ? ഇയാക്കെന്തേ ഇത് വായിക്കുമ്പോ തിരിഞ്ഞില്ലേ നാളെ മഴ പെയ്യൂന്ന്? ഇതാ നമ്മളെ നാട്ടിലെ ശാസ്ത്രം എന്ന് പറയുന്നത്. അമേരിക്കക്കാരന്റെ ശാസ്ത്രം അറിയോ? അമേരിക്കയിലെ വാഷിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂയോർക്കിന്റെ വഴിയിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ ആപ്പിളിന്റെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് ആണ്, കൃത്യം ഇത്ര സമയത്ത് നിങ്ങളുള്ള പ്രദേശത്ത് മഴ പെയ്തിരിക്കും. ഞാനിത് കണ്ടപ്പോ ഇങ്ങനെ നോക്കി, സമയം ഇത്ര, ഇനി ഇത്ര മിനിറ്റ് കൊണ്ട് മഴ പെയ്യുന്നാ പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ അത് കാത്തു നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ കൃത്യസമയം 1 മിനിറ്റ് മാറ്റില്ല, മഴ കൃത്യമായി അങ്ങ് പെയ്തു. അല്ലെ, വളരെ കൃത്യമായി മഴ പെയ്തു. മഴ തുടങ്ങിയപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത അതേ മെസ്സേജ് വരികയാണ്, റൈനിങ് സ്റ്റോപ്പ് ആകുന്ന ടൈം ഇത്രയാണ്, ഇത്ര സമയത്ത് തുടങ്ങും, ഇത്ര സമയത്ത് തീരും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവിടുത്തെ കളക്ടർക്ക് എന്ത് ഗുണാണ്? മൂപ്പർക്ക് ഇതിങ്ങനെ നോക്കിയാ മതിയല്ലോ. ആപ്പിളിന്റെ മൊബൈൽ എടുത്തിട്ട് എപ്പോഴാ തുടങ്ങുന്നത് എപ്പോഴാ തീരുന്നത് ഇത് പറഞ്ഞാൽ മതിയല്ലോ. അതേ അമേരിക്കക്കാരൻ തന്നെ, ഏറ്റവും വലിയ ഉന്നതമായ പണക്കാരൻ താമസിച്ച് സൗകര്യത്തോടെ ജീവിക്കുന്ന സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബില്യൺ കണക്കിന് പണമിറക്കിയിട്ട് ഒരു ആപ്പിളിന്റെ മൊബൈലും ചലിച്ചില്ല, ഒരു സാംസങ് കാരനും തങ്ങി അനങ്ങിയില്ല. തീപിടുത്തം തടയാൻ ഹെലികോപ്റ്ററുകൾക്ക് സാധിച്ചില്ല. ലോകത്ത് പറന്നുകൊണ്ടിരിക്കുന്ന അതേ സൈന്യങ്ങൾക്ക് സാധിച്ചില്ല, മരുന്നുകൾക്ക് സാധിച്ചില്ല. നാട് കത്തി നശിക്കുമ്പോൾ ഓടി രക്ഷപ്പെടാനല്ലാതെ പലർക്കും സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ 16 ദിവസത്തിനിടയിൽ ലോക പോലീസ് വിശേഷിപ്പിക്കുന്ന അമേരിക്കക്കാരന്റെ ശാസ്ത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകുമെന്നത് പറയേണ്ടതില്ലല്ലോ. അപ്പൊ മുസ്ലിയാരെ അങ്ങനെയെങ്കിലും തിളങ്ങാൻ സാധിച്ചില്ലേ? എങ്ങനെ തിളങ്ങാൻ സാധിച്ചു എന്നാണോ നീ പറയുന്നത്? മയക്കാറ് നോക്കിയിട്ട് ഏകദേശം എത്ര സമയത്താണ് ഇത് താഴേക്ക് വരുന്നത്? ശാസ്ത്രം നോക്കിയിട്ട് പുരോഗമിയുണ്ട് പറയാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആ മഴത്തുള്ളികളെ താഴേക്ക് വീഴണ്ടെന്ന് തീരുമാനിച്ചാൽ അത് വാനലോകത്ത് നിന്ന് താഴേക്ക് വീട്ടാൻ നീ ഇവിടുന്ന് ഉപ്പ് കത്തിച്ചിട്ട് താഴോട്ടേക്ക് ഇറക്കുമെന്ന് തീരുമാനിച്ചാൽ റബ്ബിന്റെ തീരുമാനമില്ലെങ്കിൽ കഴിയുന്ന കഥയെ പറയാൻ കഴിയുന്നവനും വേണ്ടേ? അള്ളാന്റെ അധികാരത്തെ മറികടക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയുന്ന അധികാരമുള്ളവൻ ഇവിടെ ആരുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ശാസ്ത്രം പുരോഗമിച്ചതിന്റെ കോല ഞാൻ പറഞ്ഞത് അല്ലെ. എന്തെല്ലാം സംവിധാനങ്ങൾ അമേരിക്കയിൽ മാത്രമാണ്, നമ്മളെ നാട്ടിൽ തന്നെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അല്ലെ. എനിക്ക് ഇവിടുന്ന് അടുത്തൊരു പരിപാടിക്ക് പോകണം എന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്ക് അവിടുത്തെ ലൊക്കേഷൻ കിട്ടിയാൽ ഇവിടുന്ന് എടുത്തു നോക്കാം, ഇനി എത്ര മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമോ. അതിന് അമേരിക്കയിലൊന്നും പോകണ്ടല്ലോ, നമ്മളെ നാട്ടിൽ തന്നെയുള്ള സംവിധാനം ഞാൻ പറഞ്ഞത്. നമ്മളെ മൊബൈലിലുള്ള ഗൂഗിൾ മുസ്ലിയാരോട് ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞൊരു എത്ര മിനിറ്റ് കൊണ്ട് അവിടെ എത്തും അല്ലെ, എത്ര മിനിറ്റ് കൊണ്ട് അവിടെ കൃത്യമായി എത്തുമെന്ന് നമുക്ക് പറഞ്ഞു തരും. വഴിയിലുള്ള റോഡ് കംപ്ലൈന്റ് ആണ് എന്ന് പറയാൻ മൂപ്പര് തുടങ്ങിയിട്ടില്ല. അല്പം കഴിഞ്ഞാൽ അതും കൂടി സംവിധാനം ഉണ്ടാകൂല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഞാൻ പറയട്ടെ, പൂർണ്ണമാണെന്ന് പറയാൻ കഴിയുന്ന ഇനിയൊരു കംപ്ലൈന്റ് ഇല്ല, ഇതിനേക്കാൾ അപ്പുറത്തൊരു ലോകമില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ലോകത്തെ ശാസ്ത്രത്തിന് നിയമിക്കാൻ കഴിയുമോ? ഇല്ല ഇല്ല. ശാസ്ത്രത്തിന് കാണിക്കാൻ കഴിയുമോ? ഇല്ല ഇല്ല. 1,20,000 കൊടുത്ത് വാങ്ങിയ മൊബൈലാണ് അല്ലെ. ആ മൊബൈലിൽ 1,20,000 കൊടുത്ത് വാങ്ങിയ ഫോണാണ്. ആ ഫോണ് വലിയ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയിട്ട് കയ്യിൽ പിടിച്ചിട്ട് അല്പസമയം കഴിഞ്ഞിട്ട് ആ മൊബൈലിൽ തോണ്ടി നോക്കുമ്പോ മൂപ്പര് പറയാണ്, നിങ്ങൾ വാങ്ങുന്ന സമയത്തുള്ള മൊബൈലല്ല ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ മാറ്റത്തെ നിങ്ങൾക്ക് കിട്ടണമോ? അപ്ഡേറ്റ് എന്ന ബട്ടൺ അമർത്തിക്കോ. പഴയ മൊബൈലല്ലാത്തൊരു പുതിയ മൊബൈലാണ് ഞാൻ. ആപ്പിളുകാരന്റെ മൊബൈൽ നിങ്ങൾക്ക് മെസ്സേജ് തരില്ലേ? നിങ്ങൾ ഇന്നത്തെ രാത്രിയിലാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്, നാളെയാണോ മറ്റന്നാളോ? നിങ്ങളെ സാംസങ്ങും നിങ്ങളെ ഈ പറയുന്ന എല്ലാ സംഗതിയും ഒരു കമ്പനിയും എന്റെ അല്ലട്ടോ, ഈ കമ്പനീന്റെ പ്രൊമോഷന് വേണ്ടി പറയല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ആ കമ്പനികൾ അപ്ഡേറ്റ് ചെയ്തിട്ട് പൂർണ്ണാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആപ്പിളും വന്നിട്ടില്ല, ഒരു തേങ്ങാത്തൊലിയും വന്നിട്ടില്ല.
അങ്ങനെ കഴിയൂല എന്നാ ഞാൻ പറയുന്നത്. മനുഷ്യന് ലോകത്ത് പരിപൂർണമായി ശാസ്ത്രത്തിന്റെ മുന്നിൽ എല്ലാം റെഡിയാണെന്ന് പറയാൻ കഴിയുന്ന ഒരു ശാസ്ത്രത്തെ ലോകത്ത് കാണിക്കാൻ കഴിയില്ല. അതാ മുസ്ലിമേ, ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നുപോയോ? ശാസ്ത്രം ഭയങ്കരാണ് എന്ന് ചിലപ്പോ തോന്നിയേക്കും, ശാസ്ത്രം ഭയങ്കരാണ് എന്ന് ചിലപ്പോ വീമ്പിളക്കിയേക്കും. പക്ഷേ തികഞ്ഞു എന്ന് പറയാൻ കഴിയുന്നൊരു ശാസ്ത്രത്തെ, ഇനി തികഞ്ഞിട്ട് മാറ്റം വരുത്തൂല എന്ന് പറയുന്നൊരു ശാസ്ത്രത്തെ ലോകത്ത് മനുഷ്യനെ കാണിക്കല് സാധ്യമല്ല. മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് ശാസ്ത്രം കേട്ടോ. ആ ശാസ്ത്രം പറയാണ് ഈ ഭൂമി ഒരു പൊട്ടിത്തെറിയിൽ ഉണ്ടായതാണ്. അല്ല മനുഷ്യ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലും പൊട്ടിത്തെറിയിലും കിട്ടിയില്ലല്ലോ അല്ലേ? പോട്ടെ, രാവിലെ കുടിക്കുന്ന കട്ടൻ ചായയില്ലേ, അതിന്റെ കടി പോലും എനിക്ക് രാവിലെ പൊട്ടിത്തെറി കിട്ടിയോ? ഭയങ്കര വിശ്വാസത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നേരത്തെ ഭക്ഷണത്തെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഭൂമി മുഴുക്കെ ഈ വിഡ്ഢികൾ, ഈ ചിന്തയില്ലാത്ത മനുഷ്യന്മാര് പറയാണ് ഭൂമി മുഴുക്കെ ഒരു പൊട്ടിത്തെറി കൊണ്ടുണ്ടായതാണ്. അല്ല കോയ, നീ ചിന്തിച്ചില്ലല്ലോ. ഒരു നേരത്തെ കട്ടൻ ചായക്കുള്ള കടി പോയിട്ട് കട്ടൻ ചായയുടെ പൊടി പോലും എനിക്കൊരു പൊട്ടിത്തെറി കൊണ്ടുണ്ടായി എന്ന് പറയാൻ ലോകത്ത് കാണിക്കാൻ കഴിയോ? ആ വലിയാരെ ചായപ്പൊടിയുടെ ഇല പൊട്ടിത്തെറിച്ചിട്ടുണ്ടായതാണ്. ആ ചായപ്പൊടിയുടെ ഇല കൊണ്ടല്ലാതെ, അതുപോലെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും വസ്തുക്കളെ കൊണ്ടല്ലാതെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? ആലോചിച്ച് നോക്ക് മുസ്ലിമേ. ഏതോ വിവരം കെട്ട ആളുകള് അള്ളാഹുവിനെ നിഷേധിക്കാൻ വേണ്ടി എന്തോ അറിവില്ലായ്മ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് ശരിയാണോ എന്ന് തോന്നിപ്പോകുന്ന ചിന്താഗതി ഓ ചെറുപ്പക്കാരെ നമ്മളെ മനോഗതിയിൽ ഉണ്ടാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതോ വിവരമില്ലാത്ത ആളുകള് എന്റെ പടച്ചോനേടെ എന്ന് ചോദിക്കുമ്പോഴേക്ക് ആ പടച്ചോനേടെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. കണ്ടാലേ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. കണ്ടതേ നീ വിശ്വസിക്കുന്നുള്ളൂ. എന്തിലധികം പറയാനാ? നിനക്ക് വിവരമുണ്ട് എന്നാ പറയുന്ന വിവരത്തെ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടുകോ അല്ലേ? പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ സൂറത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ. അല്ലേ? ഇവിടെ അങ്ങനെയല്ലേ? അല്ലേ? ആണ്. ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ്. അത് മനപ്പാടില്ലാത്ത ആരെങ്കിലും ഉണ്ട് സസിലി? എല്ലാവർക്കും മനപ്പാടാണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനപ്പാടാണെന്ന് പറഞ്ഞാൽ പോരാ, എനിക്ക് കാണണം. ആണ് ശരി, എന്നാലേ ഓതിത്തരമില്ലേ? എനിക്ക് ഓതിത്തരണ്ട, എനിക്ക് കാണിച്ചു തരണം. സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾക്ക് മനപ്പാടമാണ് എന്നുള്ളത് കാണിച്ചു തരണം. എങ്ങനെ കാണിച്ചു തരല്ലേ? ഓതിയിട്ട് കാണിച്ചു തരാം. ഓതിയാ കാണൂലല്ലോ, കേൾക്കുമല്ലേ ഉള്ളൂ. എനിക്ക് കാണണം. എവിടെയാണ് സൂറത്തുൽ ഫാത്തിഹ നിന്റെ ശരീരത്തിൽ കിടക്കുന്നത്? ഒന്ന് കാണിച്ചു തരുമോ? ചില ആളുകൾക്ക് സംശയമാണ്, ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചാല് അങ്ങനെ ശരീരത്തിൽ ഊതുമ്പോഴേക്ക് അങ്ങനെ പലുണ്ടാവോ? ഖുറാത്തങ്ങൾ ഊതുമ്പോഴേക്ക്, അങ്ങനെ തങ്ങന്മാർ ഊതുമ്പോഴേക്ക്, ആലിമീങ്ങൾ ഊതിത്തരുമ്പോഴേക്ക് ബഹുമാനം ഉണ്ടാവോ? അല്ല കോയ, അതാ ഞാൻ ചോദിച്ചത്. നിന്റെ മനസ്സിൽ നീ മനപ്പാഠം പഠിച്ചു എന്ന് പറയുന്ന ഫാത്തിഹ സൂറത്തിൽ ആദ്യത്തെ അക്ഷരമായ ബിസ്മിയിലെ ബാ പോലും നിനക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരക്ഷരവും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അറബി ആയതുകൊണ്ടാവില്ലേ? എന്നാ ഇംഗ്ലീഷ് കാണിച്ചു തരുമോ? ABCD മനപ്പാഠം പഠിച്ചിട്ടില്ലേ നീ? അല്ലേ? അതേ LKG 1ാം ക്ലാസ്സിൽ ഇരുന്നിട്ട് ABCD EFG ചൊല്ലി പഠിച്ചിട്ടില്ലേ? ചോദിക്കട്ടെ, അതൊന്ന് കാണിച്ചു തരുമോ? കഴിയൂല. അതിന്റെ കഴിയാത്തത് എനിക്കത് അറിയൂല എന്ന് പറയോ? നീ അറിയാമെന്ന് പറയും, പക്ഷെ കാണിക്കാൻ കഴിയൂല. കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ നീ എന്റെ ഇഷ്ടം പോലെ ആക്കുന്ന് പറയൂലേ? എല്ലാം കാണണം എന്ന് വിശ്വസിക്കരുത്, കണ്ടാലേ ഉള്ളൂ എന്ന് വിശ്വസിക്കരുത്. ഇനി ഇതും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്റെ വയത് കേൾക്കുന്ന വിശ്വാസികളെ, റോഡിലൂടെ ലൈനിലൂടെ ഓടുന്നൊരു അത് കരണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ? പേടിക്കുമ്പോ കടുപ്പുള്ളായിക്കോട്ടെ, ഏതെങ്കിലും പ്ലഗിൽ കുത്തിയതാകണ്ട, കടുപ്പത്തിലായിക്കോട്ടെ, ആരും പോയി പിടിച്ചിട്ട് എന്നെ വിളിക്കണ്ട കേട്ടോ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ലൈനിൽ പോയി ഒന്ന് പിടിച്ചു നോക്കിയാൽ കരണ്ട് ഉണ്ട് എന്ന് പറയണ ഒരാള്, പിടിക്കരുത് കരണ്ട് ഉണ്ട്. അപ്പൊ ഇയാൾ പറയണ ഞാൻ കാണുന്നില്ലല്ലോ, അതൊരു കമ്പിയല്ലേ ഞാൻ കാണുന്നുള്ളൂ. കമ്പി കാണുമ്പോഴേക്കത് അതിനുള്ളിൽ കരണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. പിന്നെ രണ്ടും പിടിച്ചിട്ട് കരണ്ട് പിടിക്കുമ്പോ എന്നോട് പറഞ്ഞാൽ മതി കരണ്ട് ഉണ്ട് അല്ലേ? കണ്ടിട്ടില്ല എന്നതിന്റെ പേരിൽ അല്ലാഹു ഇല്ല എന്ന് പറയുന്ന വിവരം കെട്ട ആളുകളെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. മക്കയിലെ മുശ്രിക്കീങ്ങളും മുൻഗാമികളായ അംബിയാ മുർസലീങ്ങളോട് വിവരമില്ലാത്ത ബഹുദൈവാരാധനകൾ നടത്തിയിരുന്ന പിൻഗാമികളായ ആളുകൾ, മുൻഗാമികളായ ചില ആളുകൾ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു തന്നെയാണ്, അരിനല്ലാഹ ജഹറാ, നിങ്ങൾ പറയുന്ന പടച്ചോനെ പരസ്യമായിട്ട് കാണിക്കണോ? അങ്ങനെ ഒരു പടച്ചോനുണ്ടെങ്കിൽ എന്റെ വയത് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ അങ്ങനെയുള്ള ഏതെങ്കിലും വീമ്പിളക്കുന്നത് കേട്ടിട്ട് അല്ലാഹു ഇല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ആളുകളെ വാക്ക് കേട്ടിട്ട് ഓ മുസ്ലിമേ
നമ്മളെ ഈമാൻ ദുഷിപ്പിച്ചൂടാ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? ലോകത്തിലെ ഭൂമിയും അതുപോലെ അതേ വാനലോകങ്ങളും എല്ലാ യന്ത്രങ്ങളും എല്ലാ തന്ത്രങ്ങളും പോകട്ടെ, മരങ്ങളും ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ഗ്രഹങ്ങളും എല്ലാം ഒരു പൊട്ടിത്തെറി കൊണ്ടുണ്ടായി എന്ന് പറയുന്ന മനുഷ്യ, ആ ശാസ്ത്രത്തോട് നീ ഒന്ന് ചോദിച്ചു നോക്കണം. ഒരു ചെറിയ നമ്മളെ ജീവിതത്തിൽ അനിവാര്യമായ വസ്തുക്കൾ പോലും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ. ഈ ലോകത്തെ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് കാരണങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, അല്ലേ? കാരണങ്ങളുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ ലോകത്തെ അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. കാരണങ്ങൾ ഉണ്ടാവൂലേ? ഒരാളെ കയ്യിൽ പണമുണ്ട്, എങ്ങനെയാ പണം വന്നത്? അയാൾ അധ്വാനിച്ചിട്ട് ജോലി എടുത്തിട്ട് ബിസിനസ് ചെയ്തിട്ട് അതുപോലെ എങ്ങനെ എന്തെങ്കിലോ ചെയ്തിട്ടാണ് അയാൾക്ക് ഉണ്ടായത്. അയാൾക്ക് മക്കളുണ്ടായി, കാരണങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴാണ്. അങ്ങനെ എന്ത് കാര്യം എടുത്തു നോക്കിയാലും ഭൂമി ലോകത്ത് കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ ഒരു വസ്തു ഉണ്ടാകൂലേ? എന്റെ വീട്ടില് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ മഴ പെയ്തതിന്റെ കാരണത്താൽ എന്റെ മുറ്റത്ത് കുറെ പുല്ല് മുളച്ചിരിക്കുന്നു. വെള്ളം കിട്ടിയപ്പോഴാ ആ ഭൂമിയിൽ ഉണങ്ങിക്കിടക്കുന്ന, ഭൂമിയിൽ പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന മഴയുടെ കാരണം കൊണ്ട് പുറത്തേക്ക് ചാടിയ പലരെയും കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടല്ലാതെ ലോകത്തൊരു വസ്തുവും ഉണ്ടാകുന്നില്ല. ആ റബ്ബിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബീന അലൈഹിസ്സലാം പരിശുദ്ധമായ ദീനീ പ്രബോധനത്തിന് വരുന്നു എന്ന് കണ്ടപ്പോഴേക്ക്, അതാ ഒരു ജ്യോത്സ്യൻ വന്നിട്ട് അങ്ങനെ ഒരാൾ വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഫിർഔനിന്റെ മനസ്സമാധാനം കെട്ടുപോയി. ഫിർഔൻ ചിന്തിക്കുന്നത് എന്താണ്? അങ്ങനെ എന്നെ കൊന്നു കളയുന്നൊരു മനുഷ്യൻ ഇവിടെ വരാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു പുരുഷന് ജനിക്കാൻ പാടില്ലല്ലോ, ഒരു പുരുഷൻ ഉണ്ടാകാൻ നിർവാഹമില്ലല്ലോ. ഫിർഔനിന്റെ തീരുമാനം എന്താണ്? ഒരൊറ്റ ആൺകുട്ടിയെ ഇനി ബാക്കി വെച്ചുകൂടാ, സർവ്വ ആൺകുട്ടികളെയും കൊന്നുകളയണം. എന്തിനാ ഫിർഔൻ ഇത് പ്രഖ്യാപിച്ചത്? അവനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്റെ ജീവിതത്തെ തടയുന്ന ഒരു ആൺകുട്ടി ജനിക്കുമെങ്കിൽ എന്റെ നാട്ടിൽ ഇനി ഒരൊറ്റ ആൺകുട്ടി വേണ്ട. ഫിർഔനിന്റെ പ്രഖ്യാപനത്തിന്റെ കാരണത്തിൽ ആൺകുട്ടി ജനിക്കുമ്പോൾ കൊന്നുകളഞ്ഞുപോയി. ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൺകുട്ടികളെ സ്വയം ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ കൊന്നുകളയുന്നതിന് മടിയില്ലാത്ത ധിക്കാരി ഫിർഔനൽ ലഈൻ ലോക ചരിത്രത്തിൽ ഇതാ പറയപ്പെടുകയാണ്. ആ ഫിർഔൻ ആൺകുട്ടികളെ മുഴുവനും കൊന്നുകളഞ്ഞെങ്കിലും ആ റബ്ബിന്റെ തീരുമാനത്തെ മറികടക്കാൻ കഴിയുന്നൊരു ഫിർഔൻ, അള്ളാന്റെ തീരുമാനത്തെ മറികടക്കാൻ കഴിയുന്നൊരു രാജാവ്, അള്ളാന്റെ തീരുമാനത്തെ മറികടക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സിട്ടി ഭൂമിയിലുണ്ടോ? മാലിക് യൗമിദ്ദീൻ ആരാണ് റബ്ബ് എന്നറിയോ? അവൻ ഇരുലോകത്തിന്റെയും അധിപനായ റബ്ബാണല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യുലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ റബ്ബിനെ നിനക്കറിയോ? അവൻ ആർക്കെങ്കിലും പ്രസവിക്കപ്പെട്ടവൻ അല്ല. നീ ലോകത്തെ കാണുന്ന മറ്റെങ്കിലും പോലെ അമ്മനെ പോലെയോ ഉമ്മനെ പോലെയോ പ്രസവിക്കുന്നവനും അല്ല, പ്രസവിക്കുന്നവളും അല്ല. മറിച്ച് അവൻ ആരാണ്? അവൻ ലോകത്തെ മുഴുവനായി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണല്ലോ. ആ റബ്ബിനെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഒന്ന് ഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, സിട്ടാവായ റബ്ബിനെ മനസ്സിലേക്ക് കയറ്റിയാലുണ്ടല്ലോ, അവനിവിടെ ടെൻഷന്റെ ലോകമില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഫിർഔനിന്റെ ശമ്പളത്തിനാണ് ജീവിക്കുന്നത്. മാഷിദ്ദക്ക് ഉണ്ടായൊരു സമാധാനം പോലും ഫിർഔനിന് കിട്ടിയില്ലല്ലോ, ഫിർഔനിനുണ്ടായില്ലല്ലോ.
ആലോചിച്ച് നോക്ക്. ഫിർഔനിന്റെ ശമ്പളത്തിന് ഫിർഔനിന്റെ ഭക്ഷണം കഴിച്ച് ഫിർഔൻ കൊടുത്ത സൗകര്യം ഉപയോഗിച്ച് ജീവിച്ച ആ മാഷിത്ത കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ നല്ല സുഖലോലുപതയോടെ ജീവിച്ചു. ഫിർഔനിന്റെ ശമ്പളത്തിനാണ് ജീവിതം. എന്നാ ഫിർഔനോ പടച്ച റബ്ബേ എന്നെ കൊല്ലാൻ വരുന്നവൻ ഇവിടെ എവിടെയെങ്കിലും ബാക്കി ഉണ്ടാകുമോ എന്ന പേടിയിൽ ജീവിക്കുകയോ. ആ കൊല്ലാൻ മരണത്തിന് കാരണമാകുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ മൂസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ എല്ലാ കുട്ടികളെയും കൊന്നു കളഞ്ഞിട്ട് ആ മൂസാ നബി അലൈഹിസ്സലാമിന് ജീവിക്കാൻ റബ്ബ് തെരഞ്ഞെടുത്തത് എവിടെയാണെന്നറിയോ? ഫിർഔനിന്റെ കൊട്ടാരം തന്നെ. ഫിർഔനിന്റെ കൊട്ടാരത്തെയാണ് അല്ലാഹു തആല സെലക്ട് ചെയ്തത്. ആ ഫിർഔനിന്റെ കൊട്ടാരത്തെ സെലക്ട് ചെയ്തിട്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബീന അലൈഹിസ്സലാം ആകുന്ന ചെറിയ കുട്ടിയെ എങ്ങനെയാ റബ്ബ് എത്തിച്ചത് എന്നറിയോ? ബെൻസ് കാർ പറഞ്ഞേച്ചതാണോ? അതുപോലുള്ള ടൊയോട്ടയോടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുടെയോ വിലപിടിപ്പുള്ള കാറിൽ കൂട്ടിക്കൊണ്ടുവന്നതാണോ? ഹെലികോപ്റ്റർ ഇറങ്ങിയതാണോ? വ്യാപാര യാത്രകളാണോ? കപ്പലുകളാണോ? അല്ല, ചെറിയ പെട്ടിയിൽ ഇറക്കിയിട്ട് മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകല് സാധാരണയായി ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെട്ടിയിൽ മൂസാ നബി അലൈഹിസ്സലാം ആകുന്ന ചെറിയ കുട്ടിയാക്കിയിട്ട് ഇന്നി തവക്കൽതു അലല്ലാഹ്, ഈ കുട്ടിക്ക് ജീവിതം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതം കൊടുക്കാൻ കഴിയുന്ന ഒരു റബ്ബുണ്ടല്ലോ, അത് ഫിർഔനല്ലല്ലോ, അതുപോലുള്ള ഏതെങ്കിലും തീപിളക്കുന്ന രാജാക്കന്മാരല്ലല്ലോ, പ്രധാനമന്ത്രിയല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലല്ലോ, മന്ത്രിമാരല്ലല്ലോ, MP-മാരല്ലല്ലോ, MLA-മാരല്ലല്ലോ, മറിച്ച് പിന്നെ ആരാണ്? ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണല്ലോ. ആ റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചിട്ട് മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബീന അലൈഹിസ്സലാം അവിടുത്തെ ഉമ്മ കൊണ്ടുപോയി നദിയിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചപ്പോൾ ആ നദിയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ കാറ്റിന്റെ ഓളം കൊണ്ടും അവിടെയുള്ള ഇളക്കം കൊണ്ടും ഒഴുക്കുകൊണ്ടും നീങ്ങിയിട്ട് ആ കുട്ടി അല്ലാഹു എത്തിച്ചത് എവിടെ? കൊട്ടാരത്തിൽ തന്നെ. ഫിർഔനാകുന്ന ധിക്കാരി എന്റെ നാട്ടിൽ എന്നെ കൊല്ലാൻ അല്ലെങ്കിൽ എന്റെ മരണത്തിന് കാരണമാകുന്നൊരു പ്രവാചകൻ ഉണ്ടായിക്കൂടാതുള്ള തീരുമാനത്തിന്റെ പേരിൽ നാട്ടിൽ ജനിക്കുന്ന സർവ്വ കുട്ടികളെയും കൊന്നുകളഞ്ഞിട്ട് പോലും കൊട്ടാരത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കലീമുല്ലാഹി നബിയുല്ലാഹി മൂസാ ആ കൊട്ടാരത്തിൽ സുഖസുന്ദരമായി ജീവിച്ചു. ആരെ മകനെ പോലെ ജീവിച്ചു എന്നറിയോ? ഫിർഔനിന്റെ സ്വന്തം മകൻ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ സുഖലോലുപതയോട് ആ ഉമ്മാന്റെ തലോടലിട്ടിട്ട് മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബീന അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ജീവിച്ചു പോയി. ജീവിച്ചിട്ട് എന്തുണ്ടായി എന്നാ ചരിത്രം പറയുന്നത്? പാവങ്ങളാകുന്ന ആളുകൾ മൂസാ നബി അലൈഹിസ്സലാമിനെ വഴിപ്പെടാൻ തുടങ്ങി. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വന്ന രാജാക്കന്മാർ ചോദിച്ചില്ലേ, നിങ്ങൾ പറയുന്ന ഈ പ്രവാചകൻ, ആ പ്രവാചകനെ കൂടുതൽ പിന്തുടരുന്നത് ആരാണ്? പണക്കാരാണോ പാവപ്പെട്ടവരാണോ? അബൂ സുഫിയാനോട് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി പാവങ്ങളാണ് മൂസാ നബി അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിൽക്കാനുള്ളത്. എന്റെ വാല് കേൾക്കുന്ന വിശ്വാസികളെ, ഇത് തന്നെയാണ് മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം കൊട്ടാരത്തിൽ അറിയാതെ അവിടുത്തെ കേൾപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൊട്ടാരത്തിൽ പതുക്കെ തുടങ്ങിയപ്പോ ഫിർഔൻ എന്ന് പറയുന്ന ധിക്കാരി, ആ ധിക്കാരി പോലും അറിയാതെ അവിടെ ഇസ്ലാമിക പ്രബോധനം നടന്നു. എങ്ങനെയാ നടന്നത്? ഇതുപോലെ നടന്ന വയലിന്റെ സോഴ്സ് കൊണ്ടാണോ? അല്ല. എങ്ങനെയാണ്? വയല് പറഞ്ഞിട്ടാണോ? അല്ല. മൂസാ നബി അലൈഹിസ്സലാം ആകുന്ന പ്രവാചകന്റെ ജീവിത ദർശനം കണ്ടപ്പോ
മൂസാ നബി അലൈഹിസ്സലാമാകുന്ന പ്രവാചകന്റെ ജീവിതത്തിന്റെ ശൈലിയുണ്ടപ്പോ അവിടുത്തെ സ്വഭാവവും വിട്ടുവീഴ്ചയും അവിടുത്തെ മനോഗതിയും അവിടുത്തെ സ്വഭാവവും അവിടുത്തെ ജീവിതവും കണ്ടിട്ട് പലരും ഇസ്ലാമിനെ ആകർഷിച്ചു. നിങ്ങൾ കണ്ടില്ലേ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീന അലൈഹിസ്സലാം ജയിലറയിൽ കിടന്നിട്ട് വർഷങ്ങളോളം ജയിലിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം കണ്ടറിഞ്ഞു. ജയിലിൽ ജീവിച്ചിരുന്ന പല പുള്ളികളും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ചര്യകളുടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ഗുണം കണ്ടപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ മഹിമ കണ്ടപ്പോ ജയിലറയിൽ ജീവിക്കുന്ന അക്രമകാരികളും വിവരദോഷികളുമായ പലരും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അറിയുകയും മനസ്സിലാക്കുകയും അവർ ഷഹാദത്തിന്റെ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നാണ് ചരിത്രം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ മാഷിത എന്ന് പറയുന്ന പെണ്ണ് ഫിർഔനിന്റെ മകളുടെ തലയിലെ മുടി ചീകി കൊടുക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിന് കിട്ടിയ സുഖം പോലും ഫിർഔനിന് കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജീവിക്കുന്നത് കൊട്ടാരത്തിലായതുകൊണ്ട് കാര്യമില്ല, ജീവിക്കുന്നത് സൗകര്യമുള്ള ഇടങ്ങളിലായതുകൊണ്ട് കാര്യമില്ല. ഉപയോഗിക്കുന്ന കാറുകൾ ലക്ഷങ്ങളുടെയും കോടികളും വിലമതിക്കുന്നതായതുകൊണ്ട് കാര്യമില്ല. ജീവിക്കുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം, ജീവിക്കുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണം. അള്ളാന്റെ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഖുർആൻ പറയാണ്, ആരെങ്കിലും എന്റെ സ്മരണയെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, എന്റെ ദിക്റിനെ തൊട്ടൊരാള് തിരിഞ്ഞു കളഞ്ഞാൽ അവർക്കതാ അവരുടെ ജീവിതത്തിൽ ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാണ് കേട്ടോ. അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാണ്, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ടെൻഷനും പ്രയാസവും ബുദ്ധിമുട്ടും അവർക്ക് അവരുടെ കൂടപ്പിറപ്പാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇപ്പൊ പല സ്ഥലങ്ങളിലും പോയാൽ പല ചെറുപ്പക്കാർക്കും പറയാനുള്ളത് ടെൻഷനാണ്. എന്തിനാ ടെൻഷൻ? അതറിയില്ല. എന്തിനാണ് വിഷമം? അതറിയില്ല. എന്തിനാണ് പ്രയാസം? അതറിയില്ല. ടെൻഷനാണ്. പലയിടങ്ങളിലും ചെന്നാൽ ഇപ്പൊ ചെറുപ്പക്കാർ ഇറങ്ങി ചെല്ലുമ്പോ അവർ പറയാണ് ടെൻഷനാണ് ഉസ്താദേ, ദ്വാരക്കണം. ടെൻഷനാണ് ഉസ്താദേ, ദ്വാരക്കണം. എന്താണ് ടെൻഷന്റെ അടിസ്ഥാനം? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വമൻ അഅറദ അൻ ദിക്രി, എന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന വിശ്വാസിയാണോ അവനിക്ക് ടെൻഷൻ സമ്മാനമാണ് എന്ന് ഖുർആൻ. വളരെ മുസ്ലിമീങ്ങൾക്ക് മാത്ര, വിശ്വാസികൾക്ക് മാത്ര. വിശ്വാസികൾക്കുള്ള നിയമമാണോ മുസ്ലിമീങ്ങൾക്ക്? ഒരിക്കലും അല്ല. മുഅ്മിനീങ്ങൾക്കാണ് ഖുർആനിന്റെ ആജ്ഞാപനം. മുഅ്മിനീങ്ങളോടാണ് ഖുർആനിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം. അല്ലേ? നിസ്കാരം നിർബന്ധം ആർക്കാണ്? നിസ്കാരം നിർബന്ധം? ബാലിഗായ മുകല്ലഫായ വകതിരിവെത്തിയ ശുദ്ധിയുള്ള മുഅ്മിനായ മനുഷ്യനാണ് നിസ്കാരം നിർബന്ധം. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കാത്ത ഏതെങ്കിലും മതക്കാരൻ അവൻ നിസ്കരിച്ച നിസ്കാരമോ? അവൻക്ക് നിസ്കരിക്കാൻ നിർബന്ധമുണ്ടോ? അല്ലെ അവൻ നിസ്കരിക്കാൻ പറ്റുമോ? അവൻ നിസ്കാരം അത് നിസ്കാരല്ലേ? ഈമാനാകുന്ന ഏറ്റവും വലിയ ആദരവ് ലഭിച്ചാൽ മാത്രമേ അവന്റെ നിസ്കാരം നിസ്കാരാകുന്നുള്ളൂ. അല്ലേ? അവൻ നിസ്കാരം കൊണ്ട് കൽപ്പന ആർക്കേ ഉള്ളൂ? മുഅ്മിനേ ഉള്ളൂ, വിശ്വാസിക്കേ ഉള്ളൂ. വിശ്വാസമില്ലാത്തവന് നിസ്കാരം കൊണ്ട് കൽപ്പനയില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ നിസ്കാരത്തെ നിഷേധിക്കുന്നവന് ശിക്ഷയുണ്ട്, നിസ്കാരത്തെ നിഷേധിക്കുന്ന മുസ്ലിമിന് ശിക്ഷയുണ്ട്. അതേ സ്ഥാനത്ത് മുസ്ലിം ആണെങ്കിലോ അവൻ പണ്ടേ നിസ്കാരത്തിനല്ല അള്ളാനെ തന്നെ നിഷേധിക്കുന്നവനാണ്, അള്ളാനെ തന്നെ അംഗീകരിക്കാത്തവനാണ്. അതേ സ്ഥാനത്ത് ഈമാനുള്ള മുഅ്മിനാണെങ്കിലോ അവന്റെ നിയമം ഒന്ന് വേറെയാ. മുഅ്മിനായ മനുഷ്യർക്കുള്ള നിയമം ഒന്ന് വേറെയാണ്, അവിശ്വാസികൾക്കുള്ള നിയമം ഒന്ന് വേറെയാണ്. അതാണ് അള്ളാന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ലക്കും ദീനുക്കും വലിയ ദീൻ,
നിങ്ങൾക്ക് നിങ്ങളെ ദീനാ, ഞങ്ങൾക്ക് ഞങ്ങളെ മതമാണ്. ഇരിക്കട്ടെ, മുഅ്മിനാണോ അവനക്ക് അല്ലാഹുവിനോട് കടപ്പാടുണ്ട്, കാരണം അവൻ അല്ലാഹുവിനെ അറിഞ്ഞവനാണ്. അല്ലാത്തവർക്ക് കടപ്പാടില്ല എന്നാണോ? അവർക്ക് കടപ്പാടിനെ കുറിച്ച് അറിയണമെങ്കിൽ തന്നെ അവർ ഈ വഴിയിലേക്ക് കടക്കണം, അവർ ഈ വഴിയെ കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ കടക്കുമ്പോഴാണ് അവർക്ക് നോമ്പ് നിർബന്ധമാകുന്നത്, അവർക്ക് അതുപോലെയുള്ള ഇബാദത്തുകൾ നിർബന്ധമാകുന്നത്. നിങ്ങൾ കാണുന്നില്ലേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒരു മുസ്ലിമിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മുസ്ലിമിന്റെ വിവാഹം എങ്ങനെയാ മുസ്ലിമിന്റെ വിവാഹം? മുസ്ലിമീങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? മുസ്ലിം ചെറുപ്പക്കാരന് അന്യദേവൻ കാണാൻ പോയിട്ട് ഇഷ്ടപ്പെടുമ്പോഴേക്ക് അതേ നിക്കാഹ് കഴിയണമെന്നില്ല, അവളെ കയ്യിന്റെ മേലൊരു മോതിരം ധരിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ പടച്ചറപ്പേ ഞാനൊരു മോതിരം പോലും ഇട്ടുകൊടുക്കാത്ത പുതിയാപ്പിള ആയി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന പുതിയാപ്പമാർ ഉണ്ടാകുന്ന കാലമല്ലയോ? കണ്ടിട്ട് ഇഷ്ടപ്പെടുമ്പോഴേക്ക് വിവാഹം തീരുമാനിക്കുമ്പോഴേക്ക് അവളെ തലയെ കഴുത്തിൽ കൊണ്ടുപോയി അന്യ പെണ്ണാകുന്ന പെണ്ണിന്റെ കഴുത്തിൽ മാല ചാർത്തുന്നതിന് മടിയില്ലാത്ത പുതിയാപ്പിളമാരും അതിനുവേണ്ടി കഴുത്ത് കാണിച്ചു കൊടുക്കുന്ന ചിന്തയില്ലാത്ത പെങ്ങന്മാരും മുസ്ലിം കൂട്ടത്തിൽ തന്നെ വളർന്നു വരുന്ന കാലമാണല്ലോ. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകളില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമെ, എന്താ മുഅ്മിനിന്റെ അതേ അർത്ഥത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുസ്ലിമിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് നിക്കാഹാണ്. എന്താ മുസ്ലിയാരെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ? അൻകഹതുക ബിന്ദീന് വലിയ പറഞ്ഞു കൊടുക്കലാണ്, രണ്ട് സാക്ഷികളെ നിർത്തിയിട്ട് പറയാനാണ്. അത് പറയുമ്പോൾ രണ്ട് സാക്ഷികളെ നിർത്തിയിട്ട് കബിൽ തുനിക്കാഹ, നിങ്ങൾ ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നതിന് ഞാൻ സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിക്കലാണ്. ഇതല്ലേ ഇസ്ലാമിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ? എന്റെ വയൽ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇസ്ലാമികമായി നടക്കേണ്ട ഈ കർമ്മം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിന്റെ സുന്നത്ത്, ആ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ എടുക്കേണ്ടത് അവിടുത്തെ പിൻപറ്റിയിട്ടാണല്ലോ. അത് കൈയൊഴിച്ചിട്ട് ഏതോ ഇംഗ്ലീഷുകാരനെയോ ഏതോ മതക്കാരനെയോ ആചാരപ്രകാരം നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് കഴുത്തിൽ കൊണ്ടുപോയി മാല ചാർത്തുന്ന മാല ചാർത്താൻ കഴുത്ത് വെച്ചു കൊടുക്കുന്ന പെങ്ങളായ ഏതോ മതക്കാരനെയോ ഏതോ പാശ്ചാത്യ ചിന്തക്കാരനെയോ ആചാരം കണ്ടിട്ട് കൈ നീട്ടി കൊടുത്തിട്ട് കൈയിന്റെ മേലെ മോതിരം ധരിപ്പിക്കുന്നവളായ കണ്ടിഷ്ടപ്പെടുമ്പോഴേക്ക് വായിൽ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അന്യ പുരുഷനായി ചെറുപ്പക്കാരൻ അവളെ വായിൽ കിടക്കുന്ന ചോക്ലേറ്റ് കടിച്ചെടുക്കുന്നത് നോക്കിയിട്ട് വീഡിയോ പിടിപ്പിക്കുന്ന മുസ്ലിമായ അതിന് മടിയില്ലാത്ത ചിന്തയില്ലാത്ത മുസ്ലിം നാമധാരികളെയും നമ്മുടെ നാടുകളിലും കുടുംബങ്ങളിലും മുസ്ലിം നാമധാരികൾ അധികരിച്ചു വന്ന അള്ളാന്റെ ദിക്റിൽ നിന്ന് ഇത്തരം നിക്കാഹിന്റെ മേഖലകളിൽ പോലും അള്ളാന്റെ റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട വഴികളിൽ പോലും ഓ മുസ്ലിമേ, സുന്നത്തുകളെ വലിച്ചെറിഞ്ഞിട്ട് പാശ്ചാത്യം ചിന്തക്കാരന്റെ ആചാരങ്ങളിൽ ജീവിതത്തിൽ കോപ്പിയടിക്കുന്നവനായാൽ വിവാഹ ജീവിതത്തിൽ ബറക്കത്ത് തരൽ ആരാണോ? ഇംഗ്ലീഷുകാരനാണോ? ഏതോ പാശ്ചാത്യം ചിന്തക്കാരനാണോ? ഏതോ മതക്കാരനാണോ? ഏതെങ്കിലും അത്തരം ആളുകളാണോ? അള്ളാന്റെ ഖുർആൻ പറയാണ് അവരുടെ ജീവിതത്തിൽ ടെൻഷൻ പിടിച്ച ജീവിതം തന്നെ. ആരുടെ ജീവിതത്തിലാണ് ഖുർആൻ പറഞ്ഞത്? വമൻ അഅറള അൻ ദിക്രി, എന്റെ ദിക്റിൽ നിന്ന് അകന്നു പോയാൽ, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനായാൽ, റബ്ബിന്റെ സ്മരണയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവനായാൽ, റബ്ബിന്റെ സ്മരണകളോട് കൊഞ്ഞനം കിട്ടുന്ന മുസ്ലിമായാൽ, നല്ല തൊപ്പി ധരിച്ച ആചാര്യനാണ്, നല്ല ചെരിയണിക്ക് നില മുണ്ടെടുത്ത ആചാര്യനാണ്, നാട്ടിലെ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, നാട്ടിൽ നടക്കുന്ന സർവോപരി നന്മയുടെ നേതൃത്വമാണ്, എല്ലാ നന്മകളിലും മുൻപന്തിയിലാണ്. പക്ഷെ മകളെ വിവാഹത്തിന്റെ ദിവസം തോന്നിവാസം ചെയ്യുന്നതിന്
മടിയില്ലാത്ത ബാപ്പയായി പോയാൽ, ആങ്ങളമാരായി പോയാൽ, പെങ്ങന്മാരെ സ്റ്റേജിന്റെ മേലെ കയറ്റി നിർത്തി ഡാൻസ് ചെയ്യിപ്പിക്കുന്നതിന് മടിയില്ലാത്ത ആങ്ങളമാര്, ദീന് പറയുന്നിടത്ത് ചങ്കുറപ്പില്ലാത്ത ആങ്ങളമാര് മാറിപ്പോയാൽ, ചെറുപ്പക്കാരാ, ചിലപ്പോ നിനക്ക് പണത്തിന്റെ ഊങ്ക് പറയാനുണ്ടാകാം, സാമ്പത്തിക പുരോഗതി പറയാനുണ്ടാകാം, നമ്മളെ ഉപ്പാപ്പമാർ അനുഭവിക്കാത്ത സുഖങ്ങൾ പറയാനുണ്ടാകാം, നമ്മളെ ഉമ്മാമ്മമാര് കാണാത്ത സുഖങ്ങൾ പറയാനുണ്ടാകാം, നമ്മളെ മുൻഗാമികൾ അനുഭവിക്കാത്ത സുഖങ്ങൾ പറയാനുണ്ടാകാം. മോനെ, ഒരു സെക്കൻഡ് അത് നിലനിർത്താനുള്ള അധികാരമോ കഴിവോ നിന്റെ കയ്യിലില്ല. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. വിവാഹം കഴിഞ്ഞിട്ട് 6 കൊല്ലായി മുസ്ലിയാര്, വീട്ടില് 2 കുട്ടികളുണ്ട് മുസ്ലിയാര്, അവക്ക് ഇപ്പൊ എന്നോട് ഇഷ്ടമില്ല എന്നാ പറയുന്നത്. എന്താ കാരണം എന്ന് ചോദിച്ചു നോക്കുമ്പോ അവക്ക് പറയാനുള്ള മറുപടി എന്താണ് എന്നറിയോ? എന്താണ് എന്നറിയില്ല, ഭർത്താവിനോട് സ്നേഹമില്ല എന്നാണ്. ഭർത്താവിനെ വിളിച്ച് ചോദിക്കുമ്പോ അയാള് പറയാണ്, എനിക്ക് സ്നേഹമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം അവളെങ്ങനെയാ അളക്കല്? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം അവളെങ്ങനെയാ പറയല്? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹമാണ് അവളോട്. പക്ഷെ അവക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അവളാകട്ടെ കിട്ടുന്നത് മതിയാകുന്നില്ല, അല്ലെങ്കിലോ അനുഭവിക്കുന്നതിൽ സുഖം കിട്ടുന്നില്ല. കാരണം എന്താണ് എന്നറിയോ? വിവാഹത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാന്റെ ദിക്റിനെ പറഞ്ഞിട്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഉപ്പാ, നേതൃത്വം കൊടുത്ത ആജിയാര് മറന്നു പോകണ്ട. അള്ളാന്റെ ഖുർആനാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. പേരോടിന്റെ മകന്റെ വകയിൽ ഉണ്ടാക്കിയ അറബി വചനമല്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ആലിമീകളുടെ, ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള എന്റെ പ്രവർത്തകന്മാർ എന്നോട് പറഞ്ഞു, മഹാനായ സുൽത്താനുൽ ഉലമയാണ് ഇവിടുത്തെ ഖാദി എന്ന് പറഞ്ഞു. അല്ലാഹുവേ, അവിടത്തേക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ. അങ്ങനെ ഇന്ന് ജീവിക്കുന്ന ഏതെങ്കിലും ആലിമീകള്, അല്ലെങ്കിൽ ഏതെങ്കിലും സാദാത്തികള്, ഏതെങ്കിലും സയ്യിദന്മാര്, ഏതെങ്കിലും ആലിമീകള് ഈ മുത്തഅല്ലിമിനെ പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ആശയാണ് എന്ന് പറഞ്ഞു തന്നല്ലോ അല്ലാഹുവിന്റെ ഖുർആന്. വള്ളി പുള്ളിക്ക് മാറ്റമില്ലാതെ 1400 വർഷങ്ങളായി ഇന്ന് വരെ നിലനിൽക്കുന്ന ഇതുപോലുള്ളൊരു ഗ്രന്ഥത്തെ ലോകത്തെ മറ്റൊന്ന് കാണിക്കാനില്ല. അതാണല്ലോ അള്ളാന്റെ കലാമായ ഖുർആൻ. ആ ഖുർആൻ നമ്മളോട് പറയാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അങ്ങനെ എന്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനാണോ അവന് തീർച്ചയായും, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അവന്റെ ജീവിതത്തിൽ അവൻ ടെൻഷനുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ചിലർക്ക് തോന്നും, വലിയ ഞാൻ എല്ലാ തോന്നിയ ദിവസവും കളിച്ചു, എന്റെ ഭാര്യക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഞാൻ കളിച്ച കളി എന്റെ നാട്ടിൽ ആരും കളിച്ചിട്ടില്ല. മോനെ, ഇപ്പല്ലെങ്കിൽ മരണത്തിന്റെ സമയത്തെങ്കിലും അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇസ്തിഗ്ഫാർ ചെയ്തില്ലെങ്കിൽ അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ ഖുർആൻ പറയാണ്, അള്ളാന്റെ ദിക്റിനെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് എന്ന് ഞാൻ ഓർക്കുന്നു, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പുതുതായി തുടങ്ങിയ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ ഈ പാവപ്പെട്ട മുതഅല്ലിമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രസംഗിക്കാൻ എഴുന്നേറ്റുന്നപ്പോ ഞാൻ അവിടുന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ബാപ്പയുമായി ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തു. എന്തിനെ കുറിച്ചാണ്? ഇപ്പോൾ ചില ചെറുപ്പക്കാർ ടെൻഷനായിട്ട് ജീവിതത്തെ തള്ളി നിൽക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചിട്ട് അവർക്ക് പറയാൻ കഴിയുന്നില്ല. കാരണത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാകുന്നില്ല. ചോദിച്ചാൽ അവർക്ക് പറയാനുണ്ട്, ടെൻഷനാണ്. ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു, അത്തരം ചെറുപ്പക്കാർക്ക് ദീനീ ബോധത്തോടുകൂടെ തന്നെ ഈ ലങ്ക എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അവർക്ക് നല്ല ഉന്മേഷവും സമാധാനവും കിട്ടുന്ന, ടെൻഷൻ മാറ്റി കൊടുക്കുന്ന ഒരു കോഴ്സ് സിറാജുൽ ഹുദയിൽ ആരംഭിക്കണം. എന്ത് കോഴ്സാണ്? ഖുർആൻ പറയുന്ന കോഴ്സാണ്. എന്താണ് കോഴ്സ്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുന്നവരായാൽ
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, അള്ളാന്റെ ദിക്റിലായുള്ള ജീവിതമുണ്ടോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ട്. അള്ളാന്റെ ഖുർആൻ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിങ്ങനെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നബി തങ്ങളെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാനുള്ള മുഅ്മിനീങ്ങളെ എന്തൊരു വലിയ ഭാഗ്യമാ. മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അസൂയ തോന്നുക. അല്ലാഹ് സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ കുൻതു മഅൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫീ സഫരിൽ, ഞാൻ നബി തങ്ങളെ കൂടെ ഇങ്ങനെ ഒരു യാത്രയിലാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹദ്ദിത്നി ബിഹദീസിൻ നംതഫിഉ ബിഹി, ഞങ്ങൾക്ക് നല്ലൊരു ഹദീസ്, നല്ലൊരു ഉപദേശം, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉപദേശം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ മനസ്സിലാക്കിയത് MDM-ലാണ് സുഗന്ധാണ്, കള്ളിലാണ് സുഗന്ധാണ്, സുക്കറിലാണ്, അതുപോലെ മസ്റ്റിലാണ് സുഗന്ധാണ്. വിവരക്കാടാണ് വിശ്വാസികളെ. കള്ളു കുടിക്കുന്നത് എന്തിനാണ് വെച്ചാൽ സമാധാനം കിട്ടാനാണ് പറയുന്നത്, അല്ലേ? കള്ളു കുടിക്കുന്നത് എന്തിനാണ്? സമാധാനം കിട്ടാൻ. എന്നിട്ടോ കള്ളു കുടിച്ചിട്ട് എന്താ കിട്ടിയത്? നാട്ടുകാരെ മുഴുവൻ അടിയാ കിട്ടിയത്, അല്ലേ? സമാധാനമാണ് കിട്ടിയത്. അതിനെന്താ വലിയ കുടിച്ചിട്ട് അടി കിട്ടിയിട്ടുണ്ടെങ്കിലും അടിയാൻ അറിഞ്ഞിട്ടില്ലല്ലോ. നേരം പോലത്തെ പറഞ്ഞില്ലേ, മൂപ്പര് ശരീരത്തിലുണ്ടായിരുന്ന ആ ജോറുണ്ടല്ലോ, മൂപ്പര് ശരീരത്തിലുണ്ടായിരുന്ന ഒരു സുഖം, ആ സുഖം അങ്ങ് പോയപ്പോഴല്ലേ കൈയിന്റെ മേലെ വേദന, കാലിന്റെ മേലെ വേദന, കിടക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ബോധം, എവിടെയാ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചന, അല്ലേ? ഞങ്ങൾ ആലോചിച്ചു നോക്ക്. മനുഷ്യന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തിനെ കൊന്നുകളയാൻ വേണ്ടി വയറ്റിന്റെ ഉള്ളിലേക്ക് പൈസ കൊടുത്തിട്ട് അള്ളാഹ് തന്ന നിഅമത്തിനെ മാറ്റിയിട്ട് ഒരു മൃഗത്തെ പോലെ ആക്കിത്തരൂ എന്ന് ചിന്തിക്കുന്ന വിവരദോഷികൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എത്ര വലിയ വിവരക്കേടാ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മനുഷ്യൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് മനുഷ്യന് അഖ്ല് നൽകി എന്ന് പറയുന്നത്, അല്ലേ? തിരിച്ചറിവല്ലേ മനുഷ്യൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്ത്. അതുകൊണ്ടല്ലേ, ആ നിഅമത്ത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഈ സദസ്സിലുണ്ടായത്. ആ നിഅമത്ത് കൊണ്ടല്ലേ നമ്മൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നത്, ഔലിയാക്കളെ പിന്നാലെ നീങ്ങുന്നത്, അമ്പിയാക്കളെ പിന്തുടർന്ന് ജീവിക്കുന്നത്. അഖ്ലുള്ളത് കൊണ്ടാണ്, തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. വിജയത്തിന്റെ വഴി മരണത്തിന്റെ ശേഷവും ജീവിക്കുന്ന ജീവിതത്തിലാണെന്ന് വിശ്വസിച്ച മുഅ്മിൻ അവന്റെ ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞതാണ്. ഈ മഹത്തായ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തിനെ കൊണ്ടുപോയിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അധ്വാനിച്ചിട്ട് പോയിട്ട് എത്രയാ കഷ്ടപ്പെടുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ചിലപ്പോ കാണുമ്പോൾ വല്ലാതെ ചിരി വരും, ചിലപ്പോ വല്ലാത്ത സഹതാപവും തോന്നും. എന്നിട്ടോ വളരെ അധ്വാനിച്ച് ആരും കാണാതെ രോമത്തിന്റെ കുഴിയിൽ കൊണ്ടുപോയിട്ട് MDM താത്തി കൊടുക്കുക. എന്നിട്ട് ഭയങ്കര സുഖാണെന്നാ പറയുന്നത്. എന്താ ഇവന് കിട്ടിയ സുഖം? നാൽക്കാലിയെപ്പോലെയായി എന്നാ പറയുന്നത്. തിരിച്ചറിവില്ലാതെയായി പോയി. ഇതങ്ങ് ശരീരത്തിലേക്ക് ചെന്നപ്പോ ഉമ്മാരാണ് എന്ന് തിരിച്ചറിവില്ല, ബാപ്പയാരാണ് എന്ന് തിരിച്ചറിവില്ല, ഭാര്യ ആരാണ് എന്ന് തിരിച്ചറിവില്ല, കുടുംബങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിവില്ല, ആരോടാ കടപ്പാട് എന്നുള്ള ബോധമില്ല, എവിടെയാ കടപ്പാട് എന്നുള്ള ബോധമില്ല, എങ്ങനെയാ കടപ്പാട് എന്നുള്ള ബോധമില്ല. കേൾക്കുന്ന മുസ്ലിമേ, ഈ നിലക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നാൽക്കാലിയാകാൻ പണം ചെലവഴിക്കുന്ന മനുഷ്യനായാൽ അവനേക്കാൾ വിവരം കെട്ടവനാരാ? അല്ല തന്ന ഏറ്റവും വലിയ നിയമത്തിനെ മറച്ചു വെക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നവൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതെങ്കിലും
അറിവുകേട് കൊണ്ടോ ചിന്ത കുറവ് കൊണ്ടോ ആലോചനക്കുറവ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടം ആവർത്തിച്ചതിന്റെ പേരിൽ തിരിഞ്ഞു നിന്നിട്ടൊരു ജീവിതത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നലെ കുടിച്ച അതേ സമയം, ഇന്നലെ കൈയിന്റെ മേലെ MDM വെച്ച അതേ സമയം, അതേ പിറ്റേ ദിവസമാകുമ്പോഴേക്ക് സഹിക്കാൻ കഴിയാത്ത നിലക്ക് ശരീരം, നിങ്ങളെ പ്രസ് ചെയ്യുന്ന ശരീരം നിങ്ങൾക്ക് അസ്വസ്ഥതകൾ തരുന്ന രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നുണ്ടോ? ചികിത്സാ കേന്ദ്രങ്ങളെ സമീപിക്കേണ്ടതാണ്. മഹാനായ ഖലീൽ തങ്ങളെ സ്ഥാപനത്തിൽ ഒരു ദിവസം തങ്ങളവറുകളെ കാണാൻ വേണ്ടി മുത്തഅല്ലിമ് പോയി. തങ്ങളവറുകളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവിടെ നീണ്ട ക്യൂ ആണ്. ഞാൻ എങ്ങനെ മുന്നിലേക്ക് പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ അവിടെ ക്യൂവിൽ എവിടെ നിന്നു. അപ്പൊ തങ്ങളവറുകൾ ഉറക്കെ വിളിക്കുകയാണ്, അസ്ഹരി, നിങ്ങൾ അവരെ വേക്കിൽ നിൽക്കാൻ പറ്റൂല. ഇതാരാ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? കള്ളുകുടിയന്മാരാ. അവരെ പിറകിൽ അണി നിൽക്കേണ്ട ആളല്ലല്ലോ നിങ്ങൾ, മുന്നോട്ട് വരൂ. എന്നിട്ട് എന്നോട് പറയാണ്, ഈ നിൽക്കുന്ന ആളുകളോട് ചോദിക്കണം, ഇവരാരായിരുന്നു? മുഴിക്കുടിയന്മാരായി കള്ളു കുടിച്ചിട്ട് അങ്ങാടിയിലും അതേ പലയിടങ്ങളിലും പോയി കിടന്ന് വീണിട്ട് ദിവസങ്ങളെ കൊന്നു കളഞ്ഞവരാണ്. അവർ ഈ സ്ഥാപനത്തിലേക്ക് വന്നു, മഅദിൻ എന്ന മഹത്തായ സ്ഥാപനത്തിലേക്ക് വന്നു. അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് നൽകിയപ്പോൾ അൽഹംദുലില്ലാഹ് അത്തരം സ്വഭാവങ്ങളിൽ നിന്ന് അവര് മാറി നിന്നുപോയി. അൽഹംദുലില്ലാഹ് നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങള്, നമ്മളെ പണ്ഡിതന്മാർ, അവർ ഈ സമൂഹത്തിന് നൽകുന്ന സേവനം ചെറുതല്ലല്ലോ. അല്ലാഹ് സർവ്വ ആലിമീങ്ങൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരെ തണലിൽ ദീനിന് ചെറിയ സേവനം ചെയ്യാൻ അടിമകളായ ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. വഅലുകൾക്കും മുസ്ലിമേ, അല്ലാഹ് തന്ന വലിയ നിഅമത്താണല്ലോ തിരിച്ചറിയുണ്ട് എന്ന് പറയുന്ന മഹത്തായ നിഅമത്ത്. ആ നിഅമത്തിനെ പണം ചെലവഴിച്ച് നശിപ്പിക്കുന്ന വിവരം കെട്ടവരായി നമ്മൾ പെട്ടുപോകരുത് എന്നാ ഞാൻ പറഞ്ഞത്. ചെറുപ്പക്കാരെ, ആരെങ്കിലും ചിലപ്പോ വന്നിട്ട് പറയും, വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഒറ്റവട്ടം. അങ്ങനെ പറയാ, പലവട്ടല്ല, ഒറ്റവട്ടം. എനിക്കറിയാം ഒരു ഡോക്ടറെ, ഞാനുമായി നല്ല ബന്ധമുള്ള ഒരു ഡോക്ടറാണ്. അയാൾ എന്നോട് പറഞ്ഞു ഒരു ദിവസം, അയാൾ ഡോക്ടർമാരുടെ ഒരു മീറ്റിങ്ങിന് പങ്കെടുത്തു. അയാൾ എന്നോട് പറയാണ്, നിങ്ങളെ കുറ്റിയാടി സിറാജുൽ ഹുദയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ഞങ്ങൾ ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അയാളും ഡോക്ടറാണ്. സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കള്ള് വിളമ്പി കുടിക്കാൻ വേണ്ടി വന്നിട്ട് അവന്റെ കയ്യിൽ എടുത്തു കൊടുത്തപ്പോ അവൻ ആ കള്ളങ്ങ മാറ്റിവെച്ചു. എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകുന്ന മൂല്യത്തെ കുറിച്ച് അന്നാണ് എനിക്ക് മനസ്സിലായത് എന്ന് ഒരു അമുസ്ലിം സുഹൃത്തായ ഡോക്ടറാണ് എന്നോട് കോഴിക്കോട് വെച്ച് പറഞ്ഞത്. ഞാനിതെന്തിനാ പറഞ്ഞത് എന്നറിയോ? ഞാൻ സ്ഥാപനത്തിന്റെ മഹിമ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇങ്ങനെ നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്ന ഇത്തരം നന്മകൾ, ഇതുപോലെയുള്ള മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും മഹത്വം പറയുകയും നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന മദ്രസകളും സംവിധാനങ്ങളും നമ്മുടെ മഹല്ല് കമ്മിറ്റികളൊക്കെ നടത്തുന്ന ഇത്തരം നല്ല നല്ല ദീനീ പ്രബോധനങ്ങളും മനുഷ്യരെ നന്മകളിൽ നിലനിർത്തുകയും തിന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഖുർആനാണല്ലോ, അതേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓതി കേൾപ്പിച്ചത്, നമുക്ക് പാഠമായി നൽകിയത്. എന്താ എനിക്കും നിങ്ങൾക്കും പാഠമായി നൽകിയത് എന്നറിയോ? ഉപദേശങ്ങള്, നിർദ്ദേശങ്ങള് നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലേക്ക് കെട്ടുകഴിഞ്ഞാൽ, അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് വഅദ് ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. നിങ്ങൾ ഉത്ബോധനം നടത്തിക്കോ, ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിക്കോ. ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. വഅദുകൾ കേട്ടോ, നിർദ്ദേശങ്ങൾ കേട്ടോ, ഉപദേശങ്ങൾ കേട്ടോ. നീട്ടിപ്പറയുന്ന വഅദാകുമ്പോ
ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. അവരെ മനസ്സിന് മാറ്റണ്ടാകാൻ അത് കാരണമാണ്. അതേ സ്ഥാനത്ത് ഈമാനില്ലാത്ത ചില ആളുകൾക്ക് ഈമാനുള്ളവരോട് പറയുന്ന വഅദ് കേൾക്കുമ്പോൾ അവർക്ക് പുച്ഛമാണ് അല്ലേ, അവർക്കൊരു രണ്ടാം നമ്പറാണ് അല്ലേ. നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകള് അവർ ചോദിക്കാണ് അതെന്തിനാ അങ്ങനെ നീട്ടി പറയേണ്ട ആവശ്യം, എന്തിനാ അങ്ങനെ കുറുക്കി പറയേണ്ട ആവശ്യം, എന്തിനാ ഇങ്ങനെ പറയേണ്ട ആവശ്യം. ഓ മനുഷ്യ, ഈമാനുള്ളവർക്ക് വഅദ് പകർക്കുമെന്ന് പറഞ്ഞത്. ഈമാനില്ലാത്തവൻ അതിലെന്ത് പരിഹാസ്യമുണ്ട് എന്ന് ചിന്തിക്കല്, അതിലെന്ത് ആക്ഷേപമുണ്ട് എന്ന് ചിന്തിക്കല്, അതിലെന്ത് കുറ്റമുണ്ട് എന്ന് ചിന്തിക്കല്. ഇന്നക്കല മജ്നൂൻ ആരോട് പറഞ്ഞു ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ മജ്നൂനാ, നിങ്ങൾ ഭ്രാന്തനാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രവാചകന്മാർ അവർ ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോ അവരോട് അറിവില്ലാത്ത വിവരം കെട്ട ആളുകൾ പറഞ്ഞ വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇന്നകല മജ്നൂൻ, ഭ്രാന്തനാണെന്ന് അവർ വിശേഷിപ്പിച്ചു. അങ്ങനെ ചില ആളുകൾ ഇന്നുണ്ടായതല്ല, അത് 2024 വയൽ കേൾക്കുമ്പോൾ മാത്രം ഉണ്ടായതല്ല, അല്ലെങ്കിൽ 2025 വയൽ കേൾക്കുമ്പോൾ മാത്രം ഉണ്ടായതല്ല. ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതലേ ഉണ്ട് പ്രബോധനം നടത്തുന്നവരെ ഭ്രാന്തന്മാരാണെന്ന് പറയുന്നവർ, കുറ്റം പറയുന്നവർ, ഇകഴ്ത്തുന്നവർ, നിസാരപ്പെടുത്തുന്നവർ. അതിവിടെ ആർക്ക് വിലയാണ്, ആർക്ക് വില വെക്കാനാണ്? ഈമാനുള്ള മുഅ്മിനീങ്ങളോടല്ലേ വഅദ്, ഈമാനുള്ള മുഅ്മിനീങ്ങളോടല്ലേ നിർദ്ദേശം. ആ നിർദ്ദേശമാണ് ഞാൻ പറയുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, എത്ര വലിയ സൗഭാഗ്യ മുഅ്മിനെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ കൂടെ ചാരത്തണയാൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ നമുക്ക് ഭാഗ്യം നൽകട്ടെ. സ്വഹാബത്ത് ദുനിയാവിലും സ്വർഗ്ഗം അനുഭവിച്ചവരാ. ജീവിക്കുന്ന കാലത്ത് ഭൂമിയിൽ സ്വർഗം കണ്ട, ഭൂമിയിൽ വെച്ച് ജീവിക്കുന്ന കാലത്ത് സ്വർഗത്തെ അനുഭവിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തയച്ച ഏക മനുഷ്യൻ, അല്ലാഹു തആല ഏറ്റവും അക്മലുൽ ഖൽഖായി സൃഷ്ടിച്ചയച്ച പ്രവാചകൻ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅദ് കേൾക്കുന്ന ഉമ്മമാരെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ കഴിയോ? പാടി തീർക്കാൻ കഴിയോ? കേൾപ്പിച്ചു തീർക്കാൻ കഴിയോ? എഴുതി തീർക്കാൻ കഴിയോ? പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയോ? ഇല്ല, ഇല്ല. അല്ലാഹു ലോകത്ത് ഏറ്റവും വലിയ നിഅമത്തായി എനിക്കും നിങ്ങൾക്കും അല്ലാഹു നിയോഗിച്ചയച്ചു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രവാചകൻ. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾക്കറിയാൻ കഴിഞ്ഞാൽ അതിലും വലിയ മഹത്വം എന്താണ്? മഹാനായ സുൽത്താനുൽ ഉലമ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ സദസ്സിലെത്തിച്ചേരുമെന്ന് പറഞ്ഞു. അല്ലാഹ് അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ തണല് ഞങ്ങൾക്ക് ഒരുപാട് കാലം നീ നീട്ടിത്തരണേ അല്ലാഹ്. ഇരിക്കട്ടെ വഅദ് കേൾക്കുന്ന വിശ്വാസികളെ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ചു പോയി, കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു പോയി. അവിടുന്ന് പറയാണ്, കുൻതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഇങ്ങനെ ഒരു യാത്രയിൽ പോകുമ്പോൾ ഞാൻ ഹബീബിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു ഉപദേശം തരുമോ, എനിക്കൊരു വഅദ് പറഞ്ഞു തരുമോ, ഞങ്ങൾക്കൊരു നിർദ്ദേശം തരുമോ? അവിടുന്ന് ഉപദേശിക്കുന്ന ഏത്
ഉപദേശങ്ങൾക്കും ഉപകാരമാണ്. എന്നാൽ നല്ല ഉപകാരമുള്ളൊരു ഉപദേശം അവിടുത്തെ അടുക്കൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം കൊടുത്ത ഉപദേശം എന്താണ് എന്നറിയാം? ഓ ചെറുപ്പക്കാരാ, സോഷ്യൽ മീഡിയയിൽ കളിക്കുമ്പോ ഒരു സുഖം കിട്ടിയിരുന്നു അല്ലേ? രാത്രിയിൽ റിയലുകൾ റോൾ ചെയ്യുമ്പോ സമയം കിട്ടിയിരുന്നു അല്ലേ? റിയലുകൾ സ്ക്രോൾ ചെയ്തപ്പോൾ മനസമാധാനം കിട്ടിയിരുന്നു അല്ലേ? അതേ റിയലുകൾ സ്ക്രോൾ ചെയ്തിട്ട് നേരം വെളുത്തിട്ട് ഉറക്കമില്ലാത്ത സ്ഥലത്ത് നേരം വെളുപ്പിച്ചപ്പോൾ സ്വബഹിയായപ്പോൾ മനസ്സിന് വന്ന ചിന്ത എന്താണ്? ഞാൻ പറയും, നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കണ്ടില്ല. ഞാൻ എന്തായാലും കാണും, ഞാൻ ഹൈറ്റിലാണ്, നിങ്ങൾ ആരും ബേജാറാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വഅദ് കേൾക്കുന്ന വിശ്വാസികളെ, ആ ഹബീബിനോട് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കൊരു നല്ല വഅദ് പറഞ്ഞു തരണം, എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു വഅദ് പറഞ്ഞു തരണം, എനിക്ക് ഫലപ്രദമായ ഒരു വഅദ് പറഞ്ഞു തരണം. എന്റെ വഅദ് കേൾക്കുന്ന വിശ്വാസികളെ, അവിടുത്തെ വഅദ് ഏറ്റവും വലിയ വഅദാണല്ലോ. അവിടുത്തെ നിർദ്ദേശത്തെ പോലെ മാത്രമുള്ള മറ്റൊരു നിർദ്ദേശം മറ്റേത് പറയാനാണ്? അല്ലാഹ് അവിടുത്തെ മരണത്തിന്റെ സമയം ആ പൂമുഖം കണ്ട് മരിക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വഅദിന് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന നിർദ്ദേശമാണ്, അവിടുന്ന് കൊടുക്കുന്ന ഉപദേശമാണ്. ആനായ സയ്യിദ് അവറുകൾ നമ്മളെ മജ്ലിസിലേക്ക് വരുന്നു. സുൽത്താനുൽ ഉസ്താദ് അവറുകളും ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളെ മജ്ലിസിൽ എത്തിച്ചേരും. അല്ലാഹ് ഞങ്ങളെ സർവ്വ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരെ തണലിൽ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും വറഉം ഞങ്ങൾക്കും നീ ഓശാരം നൽകണേ അല്ലാഹ്. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉപദേശം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൊടുത്ത ഉപദേശമാണ്. ഒന്നാമത്തെ ഉപദേശം, ഇൻ അറത്തും മുആദ് ഐഷ സുഅദാ, വിജയം കൈവരിച്ച ആളുകളുടെ സ്വഭാവം വേണോ? വിജയം കൈവരിച്ച ആളുകളുടെ ജീവിതം വേണോ? വിജയം കൈവരിച്ച മഹാന്മാരുടെ വഴിയിലേക്ക് ഓ മുആദേ എത്തിച്ചേരണോ? ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഏത് ടെൻഷൻ നിന്നെ പിടികൂടിയിട്ടുണ്ടോ, ഏത് പ്രയാസം നിന്നെ പിടികൂടിയിട്ടുണ്ടോ, ഏത് ബുദ്ധിമുട്ട് നിന്നെ പിടികൂടിയിട്ടുണ്ടോ, ഏത് സന്തോഷവും സമാധാനവും ടെൻഷനും പടച്ചു കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവനാണല്ലോ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്. ആ റബ്ബ് എന്റെ വഅദ് കേൾക്കുന്ന വിശ്വാസികളെ, ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കുന്ന മനസ്സിനെയാണ് മഹാനായ മുആദ് തങ്ങൾക്ക് അതിനുള്ള വഴിയാണ് പറ്റി തുറന്നു കൊടുക്കുന്നത്, അതിനുള്ള വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്, അതിന്റെ വഴിയാ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മുആദ്, സന്തോഷകരമായ ജീവിതം വേണോ? സമാധാനപരമായ ജീവിതം വേണോ? ടെൻഷൻ ഇല്ലാത്ത ജീവിതം വേണോ? പോരാ, ആഖിറത്തിൽ വലിയ ഫലം പ്രഖ്യാപിക്കപ്പെട്ട, ആഖിറത്തിൽ വലിയ പ്രതിഫലം പഠിപ്പിക്കപ്പെട്ട, ആഖിറത്തിൽ വലിയ ബഹുമാനം പറയപ്പെട്ട ശുഹദാക്കളെ മരണമുണ്ടല്ലോ. ആ മരണത്തിന് സമാനമായ പവര് ഓ മുആദ് ആഗ്രഹിക്കുന്നുണ്ടോ? ഓ മുആദ്, അന്ത്യനാളിൽ വിജയത്തെ ആഗ്രഹിക്കുന്നുണ്ടോ? പോരാവല്ലിൽ ആരും തണല് തരാനില്ലാത്ത ലോകത്ത്, ഒരാളും സഹായിക്കാനില്ലാത്ത ലോകത്ത്, ഒരാളും നിനക്ക് ഹെൽപ്പ് ചെയ്യാനില്ലാത്ത ലോകത്ത് തണല് വേണോ? മനസ്സിന് സുഖം വേണോ? അവിടെ നിനക്ക് അർശിന്റെ തണല് വേണോ?
വൽഹുദാ മിനൽ ളലാല, പിഴവിൽ നിന്ന് സന്മാർഗത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറയാണ്, സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആ വഴിയിലേക്ക് നിങ്ങൾക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മുആദ് ഫഅദീമു ഖിറാഅത്തുൽ ഖുർആൻ. എന്റെ ചെറുപ്പക്കാരും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നു. സയ്യിദ് അവർകൾ നമുക്ക് സുൽത്താനുൽ ഉലമയുടെ നിർദ്ദേശങ്ങൾ നൽകപ്പെടും. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുൽ മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് അല്ലാഹ്. ഓ വഅലുകൾ കേൾക്കുന്ന മുസ്ലിമേ, പണത്തിലാണോ സുഖമെന്ന് നീ തെറ്റിദ്ധരിച്ചോ? അല്ല. പവറിലാണ് സുഖമെന്ന് നീ തെറ്റിദ്ധരിച്ചോ? അല്ല. ആരോഗ്യത്തിലാണ് സുഖമെന്ന് നീ തെറ്റിദ്ധരിച്ചോ? ഇല്ല. നിനക്ക് കിട്ടുന്ന ദുനിയാവിൽ ലഭിക്കുന്ന ഇതുപോലെയുള്ള ഏതെങ്കിലും നിഅമത്തിലാണ് സുഖമെന്ന് നീ തെറ്റിദ്ധരിച്ചോ? ഇല്ല ഇല്ല. ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. മോനെ, ഭൗതിക ലോകത്തെ ചിലപ്പോൾ നിനക്ക് സുഖം കിട്ടുന്നത് ഭൗതികമായ പല സുഖങ്ങളും പറയുമ്പോഴാണ്, ഇവിടെ കിട്ടിയ പല നിഅമത്തുകളുള്ള സുഖങ്ങളെ വിശദീകരിക്കുമ്പോഴാണ്, അതിനുവേണ്ടി ശബ്ദിക്കുമ്പോഴാണ്, അതിനുവേണ്ടി ഓടി നടക്കുമ്പോഴാണ്, അതിനുവേണ്ടി ഉറക്കമൊഴിയുമ്പോഴാണ്, രാത്രിയെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് നിനക്കൊരിക്കലും പണം കയ്യിൽ കിട്ടിയ സുഖം കിട്ടാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇഖ്ലാസിന്റെ കുറവാണ്. പക്ഷികളുടെ മാടപ്രാവുകളുടെ കരച്ചിലുകൾ കേട്ടിട്ട് രാത്രി എഴുന്നേറ്റ് പുലർച്ചെ സമയത്ത് അല്ലാഹ് തഹജ്ജുദിന്റെ സമയത്ത് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിന്റെയും മുമ്പ് എഴുന്നേറ്റിരുന്നിട്ട് മാടപ്രാവുകൾ കരയുന്നുണ്ടല്ലോ. അല്ലാഹ് നിനക്ക് തസ്ബീഹ് ചെയ്യുന്നതിൽ, നിനക്ക് തസ്ബീഹ് പറയുന്നതിൽ, നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നതിൽ, നിന്റെ പരിശുദ്ധിയും ചാരിത്രശുദ്ധിയും എടുത്തു പറയുന്നതിന്, നിന്റെ ശുദ്ധിയെ പരമോന്നത സ്ഥാനത്ത് എടുത്തു പറയുന്നതിന്, സുബ്ഹാനക്കെന്നെടുത്ത് പറയുന്നതിന്, എനിക്ക് കിട്ടുന്ന സുഖത്തെക്കാൾ സുഖം കിട്ടിയ പക്ഷികള് അല്ലാഹ് നീ പടച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് ചിന്തിച്ചേനേറ്റപ്പോ മാടപ്രാവുകളുടെ കുറുകുറാ ശബ്ദം കേട്ടിട്ട് കരഞ്ഞു തീർത്ത മഹാന്മാരായ ഔലിയാക്കളെ ചരിത്രം ഓ മുസ്ലിമേ ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി വെച്ചിട്ടില്ലേ? മഹാന്മാരെ ചരിത്രങ്ങള് നമുക്ക് പാഠമായി നൽകിയിട്ടില്ലേ? അവര് ചിന്തിക്കുന്നത് അല്ലാഹ് എന്നെക്കാൾ മുന്നേ എഴുന്നേറ്റ മാടപ്രാവുകളുണ്ടല്ലോ, എന്നെക്കാൾ മുന്നേ ഉറക്കം കഴിഞ്ഞ പക്ഷികളുണ്ടല്ലോ, നിന്റെ മുന്നിൽ രാത്രിയിൽ തസ്ബീഹ് ചൊല്ലുന്ന ആ പക്ഷികളുടെ ഒരു വിവരവും സന്തോഷവും എനിക്ക് കിട്ടിയില്ലല്ലോ. അല്ലാഹ് കേൾക്കുന്ന മുഅ്മിനേ, നമ്മളെ ഹൃദയത്തിൽ ഇത്തരം ചിന്താഗതികളില്ലാതെ പോയി, നമ്മളെ ഹൃദയങ്ങൾക്ക് ഇങ്ങനെയുള്ള ആലോചനകളില്ലാതെ പോയി, ഇങ്ങനെയുള്ള ആലോചനകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദമില്ലാതെ പോയി. കാരണം എന്താണെന്നല്ലേ? കാരണം ഒന്നേ ഉള്ളൂ, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് ആ റബ്ബിന്റെ ദിക്റിൽ നിന്ന് നമ്മൾ അകന്നു പോയപ്പോൾ, ആ റബ്ബിന്റെ ദിക്റിൽ നിന്ന് നിങ്ങൾ അകന്നു പോയപ്പോൾ, കേൾക്കുന്ന മുസ്ലിമേ നമ്മൾ അകന്നു പോയപ്പോൾ, നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിനെ പിടികൂടിയ ഏറ്റവും വലിയ രോഗമാണ് ഫഇന്നലഹു മഈശതൻ ലൻകാ. അല്ലാഹുവിന്റെ ദിക്റിൽ അകന്നു പോയപ്പോൾ ടെൻഷനാണ് നമുക്ക് സമ്മാനമായി ഉണ്ടായത്. ആനായ ഉസ്താദ് അവറുകൾ വരുന്നതിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ നമുക്ക് ദുആ ചെയ്തു തരും. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്തു തരട്ടെ. ആളുകൾക്കും വിശ്വാസികളെ നീണ്ട ഹദീസാണ്, ആ ഹദീസിന്റെ ഒരു വാക്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ആനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആളുകൾക്കും വിശ്വാസികളെ അവിടത്തോട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം, ഈ പറയുന്ന സർവോപരി സുഖങ്ങളും വേണോ മുആദേ?
ഖുർആനിനെ മുറുകെ പിടിക്കണം. വേദ കേൾക്കുന്ന വിശ്വാസികളെ, രാത്രികളാകുന്ന രാത്രിയിൽ മൊബൈൽ ഫോണിൽ ചെലവഴിച്ചു തീർത്താൽ ഒരിക്കലും ആ സുഖത്തെ നമുക്ക് ഏറ്റുപിടിക്കാൻ കഴിയില്ല. ആ സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്താണ് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. ആ ഖുർആനുമായുള്ള ഒരു കണക്ഷൻ, ആ ഖുർആനുമായുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുനഃസ്ഥാപിച്ചെടുക്കണം. നമ്മളെ വീടുകൾ ഖുർആൻ ഓതുന്ന വീടുകളാകണം. നമ്മളെ മക്കൾ ഖുർആൻ ഓതുന്ന മക്കളാകണം. നമ്മളെ ആങ്ങരമാര് പെങ്ങന്മാര് ഖുർആനുമായി ബന്ധമുള്ളവരാകണം. അല്ലാഹു ആ നിലക്ക് ജീവിച്ച് അവന്റെ ദിക്റിലായി ജീവിച്ച് മരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മയും ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് അള്ളപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.